Praise the Lord. Bereshit bara Elohim et Hashemayim ve-et ha-haaretz. Okay. In the beginning, God created the heavens and the earth. Okay. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സുഹൃതാവേ, ഞാൻ ഇന്നത്തെ പൽക്കാലം ചിന്നസന്ധി ദൈവമേ ബൈബിൾ സ്റ്റഡി ആയിട്ട് കടന്നു വരുന്നു. ദൈവമേ, ഞാൻ എന്തൊക്കെ പറയണു ദൈവമേ, ഞാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവമേ, പരിശുദ്ധാമാവനാൽ നാവിനോട് ഇടപെടുവാനും ദൈവമേ പറയുന്നതെല്ലാം ജനങ്ങൾക്ക് ദൈവമേ ഹൃദയസമാവാനും കൺഫ്യൂഷൻ മാറുവാനും ദൈവമേ കൂടുതലായി വചനത്തിലേക്ക് ആഴത്തിലിറങ്ങി പഠിക്കുവാനും അറിയുവാനും ഗ്രഹിക്കാനും ഒക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിനെൻ്റെ ബുദ്ധിയെ പ്രകാശിക്കണമേ. കറക്റ്റ് വാക്കുകൾ പറയാൻ ഇടയാക്കണമേ. കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കരുതേ, പ്രയാസങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മനസ്സാക്കുന്നു. യേശു തന്നെ. ആമേൻ. ബർഷിത് ബാറ എലോഹിം എറ്റ് ഹഷമായിം വെ എറ്റ് ഹാ ആറേറ്റ്സ്. ഇപ്പം ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എത്ര ക്രിയേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നേ പറയത്തുള്ളൂ. 7 ദിവസത്തെ പറയത്തില്ല. ഒറ്റ ക്രിയേഷൻ. ആ ഒറ്റ ക്രിയേഷനിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഓക്കെ. അപ്പം നമ്മളൊരു എസ്സേ എഴുതുന്ന പോലെ, ഇപ്പോൾ ഒരു എസ്സേ എഴുതുക, നമ്മൾ എഴുതുക അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതുക, ആദ്യം നമ്മളെന്തുവാ എടുക്കുന്നത്? ഒരു ഹെഡിങ് കൊടുക്കും, റൈറ്റ്? അപ്പം ആ ഹെഡിങ്ങാണ് ബർഷിത്ത്. ഓക്കെ. അത് കഴിഞ്ഞ് അതിൻ്റെ നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് ലൈൻ കൊടുക്കുമല്ലോ, ഒരു എന്തോ ഇതിനെപ്പറ്റി പറയുന്നുള്ളത്. അതാണ് ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദ എർത്ത്. പിന്നെ സബ് പ്ലോട്ടിങ് അങ്ങോട്ട് വരും. 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഒരു തുടക്കം എന്നുള്ളതിനെക്കാട്ടി ഒരു ടൈമാണ്, ടൈം പീരീഡാണ് ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത്, അല്ലെ ബർഷിത്ത് എന്ന് പറയുന്നത്. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബർഷിത്തിനെ ഹെഡിങ് കൊടുത്തു, റൈറ്റ്? അപ്പോൾ 1, 2, 3. അപ്പം 1 അധ്യായത്തിൻ്റെ 1 മുതൽ 2 അധ്യായത്തിൻ്റെ 3 വരെ ആണല്ലോ. ഷുഡ് ബീൻ ദ ഫസ്റ്റ്. അതായിരിക്കണം 1ാമത്തെ ചാപ്റ്ററായിട്ട് വരേണ്ടത്. 2ൻ്റെ 4 മുതൽ 2ാമത്തെ ചാപ്റ്ററായിട്ട് വരേണ്ടതാണ്. ഓക്കെ. പക്ഷേ 2ൻ്റെ 4 മുതൽ തുടങ്ങുന്നത് ഏത് ദിവസമാണെന്ന് അറിയാം ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഒന്നാം ദിവസം, ഒരു ദിവസം, ഒരു ബർഷിത്ത് എന്ന് പറഞ്ഞാൽ ഒരു ടൈം പീരീഡ്. അതിൻ്റെ അകത്തെ 7 ദിവസങ്ങൾ. 7 ദിവസത്തിലെ 6ാം ദിവസത്തിൻ്റെ ചില ഭാഗങ്ങളെയാണ് 2ാം അധ്യായം മുതൽ മനുഷ്യൻ്റെ ക്രിയേഷൻ മുതലുള്ളതാണ് ബൈബിൾ ഫോക്കസ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ലവ് ആൻഡ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ്. ആ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ലവ് റിലേഷൻഷിപ്പ്, ദൈവം മനുഷ്യനിൽ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗമാണ് ബൈബിളിൽ. അപ്പം 6ാം അധ്യായത്തിൻ്റെ കുറച്ച് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ വായിക്കുമ്പം ആദ്യം 6ാം ദിവസം വായിക്കുമ്പോൾ പ്ലാൻ ചെയ്തു എല്ലാം ബേഡ്സിനെ അതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടാണ് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ 2ാം അധ്യായത്തിൽ വരുമ്പം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചില വേരിയേഷൻസൊക്കെ കാണിക്കാൻ വരുന്നുണ്ട്. എങ്കിലും അപ്പം ആ മനുഷ്യൻ 6ാം ദിവസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മനുഷ്യൻ്റെ ഹിസ്റ്ററി, ഹ്യൂമൻ ഹിസ്റ്ററി, ദൈവം മനുഷ്യനിൽ വെളിപ്പെട്ടത്, അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗാഡ്, അതാണ് മനസ്സിലായി. ആ ഒരു ടൈം പീരീഡാണ് നമ്മൾ ഈ പറയുന്ന 6000 അല്ലെങ്കിൽ 7000 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ 6ാം ദിവസത്തിൻ്റെ ഒരു ഭാഗം മനസ്സിലായി. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, 1ാം ദിവസം അപ്പോൾ എത്ര വർഷങ്ങൾ? സയൻറ്റിസ്റ്റുകാർ പറയും മില്യൻസ് ഓഫ് ഇയേഴ്സ് ഉണ്ടെന്ന് പറയും എർത്തിന്. അപ്പം നമ്മളെപ്പോഴും ബൈബിളിനെ സയൻസുമായിട്ട് ഇത് ചെയ്യാൻ നോക്കും.
ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എടുത്ത് ബൈബിളിലോട്ട് വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ബൈബിൾ ഇറ്റ്സെൽഫ് ഈസ് ആൻ എൻറ്റിറ്റി. അതിനെ ഇത് വേറെ ഒന്നുമായിട്ട് താരതമ്യപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനോ ശ്രമിക്കരുത്. ബൈബിൾ അപ്പോൾ സയൻസ് കൊണ്ട് ബൈബിളിനെ പ്രൂവ് ചെയ്യാൻ നോക്കുന്നു, അത് തെറ്റാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് വീക്ക് ശ്രദ്ധിച്ചപ്പം കോപ്പർനിക്കസ് പ്രൂവ് ചെയ്തു ഭൂമിയല്ല നടുക്ക്, സൂര്യന് നടുക്ക്. അതുവരെയുള്ള കാലത്തെ മനുഷ്യൻ്റെ ചിന്താഗതി ഭൂമിയാണ് നടുക്കെന്നുള്ളത്. പിന്നെ മനസ്സിലായി തെറ്റെന്ന് പറയുന്ന പോലെ ഇപ്പം നമ്മൾ പറയുന്നു 6000 വർഷമേ ഇതുണ്ടായിട്ടുള്ളൂ. അപ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നു മില്യൺസ് ഓഫ് ഇയേഴ്സ് ഉണ്ടായിട്ടുണ്ടെന്ന്. ഓക്കെ, എന്തുവരും ആയിക്കോട്ടെ. ഇത് എൻ്റെ ഒരു തോട്ട്സ് പറയുന്നതേ ഉള്ളൂ. ഇത് എങ്ങും പ്രൂവ് ചെയ്തിട്ട് എങ്ങും എഴുതി വെച്ചിട്ടൊന്നുമില്ല, ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം മെയിനായിട്ടുള്ളത് എന്തെന്ന് പറയുന്നത് വെച്ചാൽ ഇത് ബൈബിൾ വെച്ച് സയൻസിനെ പ്രൂവ് ചെയ്യാൻ അങ്ങനെ ശ്രമിക്കില്ല. അപ്പം 6-ാം ദിവസത്തിൻ്റെ ഒരു ഭാഗം 6000 വർഷം എന്തിൻ്റെ ബിഗിനിങ് ആണ്? നമ്മൾ ടൈം പീരീഡ് വെച്ച് നോക്കുമ്പം ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞൊരു പീരീഡുണ്ട്, ബിഗിനിങ് ബെറഷീത്ത് എന്ന് പറഞ്ഞൊരു പീരീഡുണ്ട്, പിന്നെ എറ്റേണിറ്റി എന്ന് പറഞ്ഞ അതുണ്ട്. അപ്പോൾ എറ്റേണിറ്റിക്ക് മുമ്പേ ഉള്ള ഒരു പീരീഡ് മനസ്സിലായി, 6000 വർഷം. ആ 6000 വർഷം തുടർന്നു, 6000 മേളിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈം ആണെന്നാണ് എൻ്റെ വിചാരം. മനസ്സിലായി. 2-ാമത്തെ അധ്യായം മുതൽ മനുഷ്യൻ്റെ ഫോക്കസ് ചെയ്യുന്നു. ഒരു ബർഷിത്ത് എന്ന് പറഞ്ഞ ഒരു ടൈം പീരീഡ്, ആ ടൈം പീരീഡിൻ്റെ അകത്ത് 7 ദിവസത്തെ 7 ആക്ട്സ്, അത് കഴിഞ്ഞാൽ അതിലെ 6-ാം ദിവസത്തെ ആക്സ്. ഇതുവരെയായിട്ടും ഇത് വന്നിട്ടില്ല, റെസ്റ്റ് വന്നിട്ടില്ല. നമ്മൾ ഹീബ്രു വായിക്കുമ്പം ഇന്നത്തെ ദിവസം ഇതുവരെ യോശുവയും മോശയും കൂട്ടും ആരെ കൊണ്ടും റെസ്റ്റ് തരാൻ സാധിച്ചില്ല. എന്നാൽ നമ്മുടെ പിതാവായ യേശുക്രിസ്തുവിന് മൂലം നമുക്ക് റെസ്റ്റ് കിട്ടുവാനിടയിൽ. എങ്കിലും നമ്മളിപ്പോഴും ഈ പാപശരീരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഫുള്ളി റെസ്റ്റ് കിട്ടുവാൻ അതിന് വേറൊരു പീരീഡ് വെച്ചിട്ടുണ്ട്. അപ്പം സാബത്ത് എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല, ആ 7-ാം പീരീഡ് ടൈം. ഓക്കെ, ഇത് എൻ്റെ ഒരു ചുമ്മാ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പറയുന്നുള്ളൂ. ആൾക്കാരെപ്പോഴും ഈ സയൻസും ഇതൊക്കെ വെച്ച് ആർഗ്യൂ ചെയ്യുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു. പിന്നെ കൂടുതൽ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിൻ്റെ അത് ഒന്നാമത്തെ 2-ാമത്തെ ഇതിൻ്റെ വേരിയേഷൻ ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞു. പക്ഷേ പറയാൻ പോകാതെ തന്നെ ഞാൻ ഇത് പഠിച്ച സമയത്ത് എനിക്കും ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള ഒരു ഇത് വന്നു. പക്ഷേ എങ്കിലും എപ്പോഴും ഹോളി സ്പിരിറ്റിൻ്റെ ഒരു സഹായത്തോട് പോയതുകൊണ്ട് അവിടെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും അതേപോലെ വരാതിരിക്കാൻ വേണ്ടി ഇപ്പം എന്താ പറയുന്നത്, ഒരു വീക്ക് ഹാർട്ടാണെന്നുണ്ടെങ്കിൽ വെറുതെ കൺഫ്യൂസ് ചെയ്ത് ഇത് ചെയ്യിപ്പിക്കേണ്ട. അതുകൊണ്ട് ടെക്സ്റ്റൈൽ ക്രിറ്റിസിസത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ അടുത്ത പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വേർഡ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേങ്കിൽ ആ വേർഡ്സിൻ്റെ അർത്ഥം കോണ്ടെക്സ്റ്റാണ് മോർ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായി, ആശയമാണ് മോർ ഇമ്പോർട്ടൻറ്റ് വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ആ വാക്കിൻ്റെ അർത്ഥം ആശയത്തിനകത്ത് ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ റോങ് ടീച്ചിങ് വരും, ഹെർസി വരും. മനസ്സിലായോ? എങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബെനെ എലോഹിം, ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ആ കോണ്ടെക്സ്റ്റിനെക്കാട്ട് കൂടുതൽ നമ്മൾ ആൾക്കാരെ ആ ബെനെ എലോഹിമിന് കൂടുതൽ വേർഡ്സ് കൊടുത്തു. അപ്പം മനസ്സിലായി. അപ്പം അത് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ഏഞ്ചൽസാണ്. പക്ഷെ വേറെ ഒരിടത്തും എനിക്കൊന്നുമില്ല ബൈബിളിൽ എവിടെയും ദൈവത്തിൻ്റെ മക്കൾ ഏഞ്ചൽസാണ് പുതിയ നിയമത്തിലോ എങ്ങും പറയുന്നില്ല. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യനായിട്ട് എപ്പോഴും ഇത് കാണിച്ചിട്ടുണ്ട്. അല്ലെ ദൈവപുത്രൻ എന്ന് പറയുന്നത്
ജീസസ് ക്രൈസ്റ്റിനെ പറ്റി. അപ്പം ജീസസ് ക്രൈസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ ദൈവമക്കളാകുവാൻ അവകാശം കിട്ടി. അല്ലെങ്കിൽ യെശയ്യാ പ്രവചനം വായിക്കുമ്പം ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി. അത് ബെനെ എലോഹിം ഏഞ്ചൽസായിട്ടല്ല പറയുന്നത്. ഏഞ്ചൽസിനെ എവിടെയും ഞാൻ പക്ഷെ അത് പറഞ്ഞാൽ ചില സാധനം ജോബിൻ്റെ അകത്തും യോബിൻ്റെ അകത്തും പല ഭാഗത്ത് ബെനെ എലോഹിം പറയുന്നുണ്ടെങ്കിലും പക്ഷെങ്കിൽ അതൊരു എന്തുവാ, ആ വേർഡ്സ് നമ്മൾ മനസ്സിലായി, വേർഡ്സിന് മോർ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ കോണ്ടെക്സ്റ്റിനെക്കാട്ടി മോർ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ ഉള്ള വന്നതെന്നാണ് എൻ്റെ ഇത് മനസ്സിലായി. എനിക്ക് പലപ്പോഴും വായിച്ചപ്പോഴും പഠിച്ചപ്പോഴും തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ വരുമ്പം വിധിക്കരുത്. അപ്പം ആ എപ്പോഴും ഞാൻ കേൾക്കാറുള്ള സംഭവം വിധിക്കരുത് എന്ന് പറഞ്ഞ് ആ വേർഡ്സിന് കൂടുതൽ കോണ്ടെക്സ്റ്റിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അത് നമ്മളുടെ തെറ്റായ മണ്ടത്തരങ്ങൾക്ക് എല്ലാത്തിനും മണ്ടത്തരം കാണിച്ചു തരുന്നവരോട് നമ്മൾ പറയും വിധിക്കരുത്. മനസ്സിലായി? തെറ്റും ശരിയും തെറ്റും കുറ്റവും തമ്മിൽ കൺഫ്യൂസ് ആകുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്, ഒത്തിരി സമയമുണ്ട്. ഒരാൾ മോനെ അത് ചെയ്യരുതെന്ന് പറയുന്നതും ആവർത്തിച്ചെന്ന് യാഴെന്ന് പറയുന്നതും അവനെപ്പറ്റി ദുശ്രുതി ഗോസിപ്പ് പറയുന്നതും രണ്ടാണ്. മനസ്സിലായി? അപ്പോൾ തെറ്റ് ചെയ്യില്ലെന്ന് പറയാൻ എന്തുകൊണ്ടാണ്? നമ്മൾ ആ തെറ്റിൽ ഒന്നെങ്കിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു വാർണിംഗ് ആയിട്ട് കൊടുക്കുക, മോനെ ഡോണ്ട് ഡു ഇറ്റ്. മനസ്സിലായി? അപ്പം ഇപ്പം വന്ന ഈ കാലഘട്ടത്തിൽ എല്ലാത്തിനും ഡോണ്ട് ജഡ്ജ് ഹൂ ആർ യു ടു ജഡ്ജ്. അതേപോലെ എന്തുവാ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയും. ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ ആ അർത്ഥം പറിച്ചെടുത്ത് നമ്മളെടുക്കുന്നതുകൊണ്ടാണ്, ഡിഫറെൻറ്റ് മീനിങ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് അവിടെ തെറ്റ് പറ്റുന്നത്, റോങ് ടീച്ചിങ് വരുന്നത്. ഓക്കെ, അപ്പം വേർഡ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ആ വേർഡ്സ് കോണ്ടെക്സ്റ്റിൻ്റെ അർത്ഥത്തിലിരുന്നാലേ അതിന് വരുന്നുള്ളൂ, അത് പറിച്ചെടുക്കും. അപ്പം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ബൈബിൾ സ്റ്റഡി എന്ന് വെച്ചാൽ വേർഡ് ബൈ വേർഡ് എടുക്കാനാണ് പറയുന്നത്. സാറുമാരെല്ലാവരും പറഞ്ഞത്, ഇപ്പം ബിൽ മേൺസ് പറഞ്ഞത്, ഡോണ്ട് ഗിവ് വേർഡ്സിന് ഒത്തിരി ഇടകില്ല, റോങ് ടീച്ചിങ് വരും. അപ്പം എൻ്റെ ആശയം ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ബൈ വേർഡ് എടുത്തിട്ട് ആ കോണ്ടെക്സ്റ്റിനകത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് പറയാനുള്ളത് ആഗ്രഹിക്കുന്നത്. അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയതായിരിക്കും, ചിലതൊക്കെ നമുക്ക് ഇതായിട്ട് വരും. കൂടുതലും ഈ ക്രിസ്ത്യൻ തിയോളജിക്കൽ ആ വേ പോവാതെ അതും ചെയ്യാൻ ശ്രമിക്കുക, അതും പറയാം. പക്ഷെ എന്നാൽ കൂടുതലും ഈ യഹൂദന്മാരുടെ ഈ കബാലിസ്റ്റിക് മിദ്രാഷിക് ഒത്തിരി വേണ്ട. ഇപ്പം അതേപോലുള്ള കുറേ മീനിങ്സുകളുണ്ട്. അപ്പം മനസ്സിലായി? അപ്പം അത് കൂടുതലും അത് നമ്മളൊന്നും ഇന്നേ വരെ കേട്ട് കാണത്തില്ലായിരിക്കും, എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഇത് ന്യൂ ആയിട്ടാണ് തോന്നിയത്. അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ. മറ്റേ എല്ലാം നമ്മൾ ഓൾറെഡി ഇതിനോടകം നമ്മൾ ഇഷ്ടം പോലെ പ്രാവശ്യം കേട്ടിട്ടുള്ളതായതുകൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വേർഡ് ബൈ വേർഡ് സ്റ്റഡി ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കോണ്ടെക്സ്റ്റ് തെറ്റാതെ ഞാൻ മാക്സിമം ശ്രമിക്കാം, ആ കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട്. ഓക്കെ, ഇപ്പം മുമ്പ് പറഞ്ഞ ആ എസ്സേ പോലുള്ളത് ഡേ ഫോക്കസിനെ ചെയ്യുന്നത് അതെൻ്റെ ഒരു കോൺസെപ്റ്റാണ്. എനിക്ക് പലപ്പോഴും വായിച്ചിട്ടുള്ളപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ആശയത്തിലായിരിക്കും ആൾക്കാർ ബൈബിള് പുറ്റുകതർ ചെയ്തിട്ടുള്ളത്, കൂട്ടിച്ചേർത്തിട്ടുള്ളത് എന്നുള്ളൊരു ആശയം എനിക്ക് വന്നിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പറഞ്ഞതേ ഉള്ളൂ. പലപ്പോഴും എല്ലാ ആൾക്കാരെയും ഈ ക്രിറ്റിസിസം ചെയ്യുമ്പം എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ളത്, ആ എഴുതിയ ആൾ ചിലപ്പോൾ ഒരു എസ്സേ അന്നത്തെ സ്ക്രോൾസൊന്നും നമുക്കറിയത്തില്ല എങ്ങനെ അപ്പോൾ അവർ ആ ഒരു രീതിയിൽ എഴുതി വെച്ചിരുന്നതേ ഉള്ളൂ.
ഓക്കെ. പിന്നെ അതേപോലത്തെ അടുത്ത പറയാനുള്ളത് ഒരു എബ്രായ ആൾക്കാരെ ഒരു വേർഡ് എടുത്തിട്ട് അതിനൊത്തിരി ഡിഫറെൻറ്റ് വേയിൽ അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം നമ്മൾ അന്നത്തെ കാലത്ത് ഡിക്ഷണറി ഒന്നുമില്ല. ഇന്ന് നമുക്ക് നോക്കുന്ന പോലെ ഇന്ന് നമുക്കൊരു വേർഡ് എടുത്ത് നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാവും. അന്നത്തെ കാലത്ത് അങ്ങനെ ഡിക്ഷണറിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അർത്ഥം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ യഹൂദന്മാർ ഒരു കുറേ വേ ഉണ്ട്. അതിൽ ഒരു വേ ആണ് അവർ ബൈബിളിലെ ഗമാഷ്യ എന്ന് പറഞ്ഞ് ഓരോ വാക്കിനും ഹീബ്രുവിൽ ഓരോ വാക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓരോ വേർഡിനും ഓരോ അക്ഷര ലെറ്റേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലെറ്റർ ഇപ്പം എ എന്നുള്ളതിന് 1, ബി എന്നുള്ളത് 2, അങ്ങനെ എടുത്ത് നോക്കിയിട്ട് ആ അർത്ഥങ്ങളെല്ലാം ആ നമ്പേഴ്സ് നോക്കും എത്ര വരുന്നു. ഇപ്പം ബറഷീദ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 913 വരുന്നത്. അപ്പം ആ 913 വരുന്നത്. ആ 913 അർത്ഥമുള്ള വേറെ ഏതെങ്കിലും ഈ അർത്ഥത്തിൽ ഫിറ്റ് ചെയ്യുന്ന വേറെ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ സോഫ് എന്ന് പറഞ്ഞ ഒരു വാക്ക് കിട്ടിയത്. എൻ സോഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ്, ഒരു ബിഗിനിങ് ഉണ്ട്. എന്നാൽ ആദി ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തെ പറ്റി നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മൾ പറയാറുള്ളത് ദൈവത്തിന് ആദിയില്ല അന്തമില്ല. അപ്പം പക്ഷെ മനുഷ്യർക്കും ഭൂമിക്കും എല്ലാത്തിനും ഒരു ബിഗിനിങ് ഉണ്ട്. പക്ഷെ ദൈവത്തിനൊരു ബിഗിനിങ് ഇല്ല. ആ എൻഡ്സ് ഓഫ് എന്ന് പറയുന്നത് എന്തുവാണ്. അപ്പം അങ്ങനെ ഓരോ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു 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 ഇതാണ് നോട്ടിക്കൻ എന്ന് പറഞ്ഞ ഇത് പറയുന്നത് ഞാൻ ശരിക്കും അവരുടെ ഒരു ഹാർഡ് വേർഡ് ഇത് നോട്ടിക്കൻ എന്ന് പറഞ്ഞ ഒരു കാൺസെപ്റ്റ് ഉണ്ട്. ആ കാൺസെപ്റ്റിന് എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാക്കിൻ്റെയും അർത്ഥം ഇപ്പം എടുത്തിട്ട് അതിന് ഒരു വേർഡ് കണ്ടുപിടിക്കും. ഇപ്പം എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാകുന്നു. ആ വേർഡിൻ്റെ എല്ലാത്തിൻ്റെയും എന്നുള്ളതിൻ്റെ എല്ലാ വേർഡിൻ്റെ ആദ്യത്തെ 4 അക്ഷരം എടുത്തിട്ടാണ് നമ്മൾ ഉച്ചരിച്ചു കൂടാത്ത ദൈവത്തിൻ്റെ പേര് പറയുന്നത്, അല്ലേ? അപ്പം ആ 4 വേർഡ് എടുത്തിട്ട് പിന്നെ അതിനെന്തോ കൊടുത്തു, ഇത് കൊടുത്തു, വാവൽസ് കൊടുത്താണ് നമ്മൾ ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഉച്ചരിച്ചു ലോഡ് എന്നുള്ള LORD എന്നുള്ള ക്യാപിറ്റൽ എന്നുള്ള വേർഡിൻ്റെ ഹീബ്രു 4 അക്ഷരമുള്ള ടെട്രാഗ്രാമറ്റോൺ എന്ന് പറയുന്നത് ഇത് പറയുന്നത്. അപ്പം അവർ ആ 4 വേർഡ് ആ വലിയൊരു വാക്കിൻ്റെ ഇതേപോലെ തന്നെയാണ് ദൂതന്മാരുടെ പേരും വന്നിട്ടുള്ളത്. പല സ്ഥലങ്ങളിൽ ദൂതന്മാരെന്ത് ചെയ്തു എന്നുള്ളത് വന്നിട്ട് അതെടുത്ത് അതിൻ്റെ ആദ്യത്തെ ആ സെൻറ്റൻസിൻ്റെ ആദ്യത്തെ എല്ലാ വേർഡും എടുത്തിട്ട് അവരൊരു പുറ്റുകുതറി ചെയ്തിട്ട് ആ ഏഞ്ചൽസിന് പേര് കൊടുക്കും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഒരു വേ ഉണ്ട്. ഗമാഷ്യ വേറൊരു വേ ഉണ്ട്. പിന്നെ അടുത്തൊരു ടെറൂമ എന്ന് പറഞ്ഞ് അപ്പോൾ ഈ നോട്ടിക്കോണും ടെറൂമയ്ക്കും ഒക്കെ ഡിഫറെൻറ്റ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതേപോലത്തെ അവർ വേറെ അതേപോലത്തെ ഈ ഓരോ ആദ്യത്തെ ലെറ്റർ എടുക്കുന്നത് പോലെ തന്നെ അവർ വേറെ വേർഡ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മീനിങ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അതേപോലെ എന്ന് വെച്ചാൽ ആകാശവും ഭൂമിയും മനസ്സിലായി. ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. അപ്പം ഹെവൻസ് എർത്തും കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു മൽക്കൂത്ത് കിങ്ഡം ഒരു വേർഡുണ്ട്. മനസ്സിലായി? മൽക്കൂത്ത് ആ ഒരു വേർഡാണ് നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പം യേശുപ്പച്ചൻ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്തത് കിങ്ഡം ഓഫ് ഗാഡ്, അല്ലേ? മത്തായിയുടെ സുവിശേഷം വരുമ്പം കിങ്ഡം ഓഫ് ഹെവൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പം കിങ്ഡം ഓഫ് ഗാഡ്. അപ്പം ആ ആകാശവും ഭൂമിയും ഒത്തുചേരുന്നത് അവർ ഒരു വേർഡായിട്ട് മനസ്സിലായി.
ചെയ്തിട്ട് മൽക്കുത്ത് കിങ്ഡം എന്ന് പറഞ്ഞ് വേർഡ് യൂസ് ചെയ്യാറുണ്ട്, അർത്ഥം കണ്ടുപിടിക്കാറുണ്ട്. അങ്ങനെ ഇതുണ്ട്. അങ്ങനെ പല വേ ഉണ്ട്. അതേപോൾക്ക് വേറെ ഒരു വേ എന്ന് പറയുന്നത് ഇത് ഇച്ചിരി കട്ടിയാണ്. എക്സാമ്പിൾസ് കൊണ്ടുവരാനല്ല ഹാർഡ്. എന്ന് കഴിഞ്ഞാൽ ഇപ്പം ഒരു വേർഡ് എടുത്തിട്ട് ഇപ്പം ബറഷീത്ത് എന്ന് പറഞ്ഞാൽ തുടങ്ങത്തില്ലേ, ബേ പ്രൊപ്പസിഷൻ, എൻ്റെ ടെ എന്ന് പറയുന്നത് അതിൻ്റെ ഇത് ഫ്യൂച്ചർ പാസ്റ്റ്, ഇത് നടുക്ക് റൂട്ട് വേർഡുണ്ട്. എല്ലാ ഹീബ്രു ലെറ്റേഴ്സിനും 3 റൂട്ട് അക്ഷരം ലെറ്റേഴ്സുള്ള 3 റൂട്ട് വേർഡുണ്ട്. ആ റൂട്ട് വേർഡിൻ്റെ അർത്ഥത്തിന് ചേഞ്ച് വരാൻ പറ്റത്തില്ല, മനസ്സിലായി. അതിനുള്ളിലാകാം നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും, ഗമാഷ്യ വഴിയായാലും നോട്ടിക്കോൺ വഴി ആയാലും അല്ലെ ടെറുമ വഴിയായാലും ഈ അർത്ഥം, ഈ റൂട്ട് വേർഡിൻ്റെ അർത്ഥം മാറിപ്പോകാൻ പറ്റത്തില്ല, മനസ്സിലായി. അപ്പം അവരെന്തെടുക്കും, ഈ ബേ എന്നുള്ളിടത്ത് മാറ്റിയിട്ട് അവിടെ വേറെ ഒരു വേർഡ് കൊണ്ടുവരും. അല്ലെങ്കിൽ ഈ റോഷിൻ്റെ നടുക്ക് അവരൊരു അക്ഷരം കൊണ്ടുവന്നിട്ട് അവർ ഇത് എന്തോ അർത്ഥം കൊണ്ടുവരാൻ നോക്കും, മനസ്സിലായി. എന്നിട്ട് ഈ ബേയും ടേയും കൂടെ എടുത്ത് കൊണ്ടുവരുമ്പം ബെയ്റ്റ് ആവും, മനസ്സിലായി. എന്നിട്ട് റോഷിന് മാത്രമായിട്ട് അങ്ങനെ ഓരോ വേർഡ്സ് കൊണ്ടുവരും. അതേപോലൊക്കെ ഇപ്പം എന്തോ ABCD ഇങ്ങനെ മേലോട്ട് കൊണ്ടുവരും. അതിൽ ഒന്ന് ABCD എന്ന് പറഞ്ഞ് വരും. അത് കഴിഞ്ഞ് അപ്പുറത്തെ ഭാഗത്തുനിന്ന് CXY എന്ന് പറഞ്ഞു, മനസ്സിലായി. അങ്ങനെ താഴോട്ട് വരും. എന്നിട്ട് ഇവിടുന്ന് ഏത് വേർഡ് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ ആ വേർഡ് എടുത്ത് അപ്പുറത്തോട്ട് ഇട്ടിട്ട് ഈ വേർഡ് ഇവിടുത്തെ XYZ എന്നുള്ള എടുത്ത് ഇപ്പുറത്തിട്ട് അങ്ങനെ കുറേ വേ ഉണ്ട് യഹൂദന്മാർ ഈ വേർഡ്സിൻ്റെ മീനിങ് കണ്ടു. അവരുടെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്തുവാ അത് കണ്ടുപിടിക്കാൻ ദൈവം ഇതിൻ്റെ അകത്തുനിന്ന് എന്തുവാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്ന് പറയും. അപ്പം അത് കണ്ടുപിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഇത് ചെയ്യുന്നത്. കാരണം അന്ന് വേറെ ഡിക്ഷണറിയോ ഇന്നത്തെ പോലെ അഡ്വാൻസ്ഡ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ മാർഗങ്ങൾ യൂസ് ചെയ്താണ് അവർ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം പല വേസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ ബറശീത്തിന് ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്ത് നമ്മളുടെ ക്രിസ്ത്യൻ വേക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതി വേറെ ഒത്തിരിയും ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾക്ക് മനസ്സിലാകത്തക്ക രീതി നമ്മളുടെ ബൈബിളിൽ ദുരുപദേശം കൊണ്ട് അല്ലെങ്കിൽ ഹെറസി കോണ്ടക്സ്റ്റിൻ്റെ അർത്ഥം മാറിപ്പോകാത്ത രീതിയിലുള്ള രീതി കൊണ്ടുവരാം. ഓക്കെ. അപ്പം ബറഷീത്ത് എന്ന് പറഞ്ഞ വേർഡ്, ഫസ്റ്റ് വേർഡ് ബറഷീത്ത്, ഇൻ ദ ബിഗിനിങ്. ഓക്കെ, അപ്പോൾ ഇൻ ദ ബിഗിനിങ്ങിൻ്റെ അകത്ത് നമ്മൾ ബറഷീത്ത് എടുത്ത് നോക്കും. മുമ്പ് പറഞ്ഞ പോലെ ഈ വേർഡ് ബൈബിളിൽ ആദ്യത്തെ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബി കൊണ്ടാണ്, എ കൊണ്ടല്ല. ഇപ്പം നിങ്ങൾ ഈ ലിംഗ്വിസ്റ്റിക് പഠിപ്പിക്കുമ്പം അവരോരോ കാലത്ത് ഈ യൂഗററ്റിക് എന്ന് പറഞ്ഞ ഭാഷയിൽ നിന്നാണ് ഓൾമോസ്റ്റ് ഈ സെമിറ്റിക് ഭാഷകളെല്ലാം വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഷയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആലേഫ് എന്ന് പറഞ്ഞ് ആദ്യത്തെ വേർഡ് സൈലൻ്റാണ്. അതിനൊരു കാളയുടെ കൊമ്പിൻ്റെ രൂപം, കാളയുടെ ആ മുഖത്തിൻ്റെ കൊമ്പുള്ള കാളയുടെ മുഖത്തിൻ്റെ രൂപത്തിൽ നിന്നാണ് ഇത് വന്നത്. ബി എന്ന് പറയുന്ന വേർഡ് വരുന്ന ഒരു ബെയ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നത് ഒരു വീടിൻ്റെ രൂപത്തിലാണ് വരുന്നത്. വീട് അന്നത്തെ കാലത്ത് ഈ ബീന്ന് ബെയ്റ്റ് എന്ന് ഇപ്പോൾ എഴുതുന്നുണ്ടെങ്കിലും പഴയ കാലത്ത് ബി എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു വീടിൻ്റെ അക്ഷരമായിട്ട്, കാളയുടെ ആലേഫ് എന്ന ഒരു കാളയുടെ ഇതായിട്ടാണ്, കൊമ്പ് വെച്ചിട്ടാണ്. അപ്പം അതിൽ നിന്നാണ് വേർഡ്സ് ഇങ്ങനെ മാറി ആലേഫ് ബേറ്റ് വന്നത്. ഇപ്പം നമ്മൾ എല്ലായിടത്തും ഇപ്പം ഗ്രീക്ക് എടുത്ത് നോക്കിയാലും ആൽഫ, ബേറ്റ, ഗാമ, ഡെൽറ്റ. സി ഇല്ല, ഗാമ, ഡെൽറ്റ, ആലിഫ്, ബേറ്റ്, ഗിമൽ, ഡാലറ്റ്. അതേപോലെ തന്നെ ഈ അറാമയ്ക്ക് എടുത്ത് നോക്കിയാലും സെയിം തിങ്.
യുഗറിറ്റിക് എടുത്ത് നോക്കിയാൽ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സെമറ്റിക് ലാംഗ്വേജിൻ്റെ ABCD സെയിമാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ABCD അറിയാമെന്ന് ചോദിക്കുന്നത്. അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു എന്തുകൊണ്ടാണ് ABC അറിയാമെന്ന് ചോദിക്കാതെ ABCD പറയുന്നത്. ഈ എല്ലാ ഭാഷകളിലും ABCD ഒരേ സെയിമാണ്. ഓൾമോസ്റ്റ് അങ്ങോട്ട് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് പറയുന്നത് അലിഫ് ബീറ്റ് ഗിമൽ ഡാലറ്റ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു പ്രൊണൗൺസിയേഷൻ ഇച്ചിരിതുണ്ടെങ്കിലും അക്ഷരങ്ങളെല്ലാം ABCD അല്ല, അലിഫ് ബീറ്റ് ഗിമൽ ഡാലറ്റ് അങ്ങനെ 3-4 ഇത് വരും. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ ആൾക്കാരും ചോദിക്കും ABCD നിനക്ക് ABCD അറിയാമോ, നിനക്ക് ABCD അറിയാമോ എന്നൊക്കെയാണ് ഒരു ചോദ്യം. പക്ഷേ ഈ ബറഷീത്ത് എന്ന് പറഞ്ഞ ഈ വാക്ക് തുടങ്ങിയിരിക്കുന്ന B കൊണ്ടാണ്. എന്തുകൊണ്ടാണ് A കൊണ്ട് തുടങ്ങാത്ത? B കൊണ്ട് തുടങ്ങി. ആലിഫ് എപ്പോഴും എല്ലാ ഭാഷകളും സൈലൻ്റായിട്ടിരിക്കുന്ന ആലിഫിൻ്റെ ആ സൈൻ കണ്ടാൽ നമുക്കറിയാം ഈ സൈഡിൽ ഇങ്ങനെ വന്നിട്ട് ഒരു ക്രോസ് നടുക്കൂടെ വരുന്നു. അപ്പം അത് രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്യുന്നത്. അപ്പം ഈ യഹൂദന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫോർമർ പീരീഡ്, ദൈവത്തിൻ്റെ അദൃശ്യമായ ദൈവത്തിൻ്റെ എൻഡ്സ് ഓഫ് അല്ലെ ഇൻഫിനിറ്റ്, നമ്മളുടെ ബിഗിനിങ്ങിന് മുമ്പേ ഉള്ള ഒരു ലെറ്റർ. പക്ഷേ അതുകൊണ്ട് ബെയ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ള ഒരു ലെറ്റർ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ ഇത് വേണം, ഇങ്ങനെ ഇതേപോലുള്ള ഇങ്ങനെ വരും, റൗണ്ടായിട്ട് വരും, 3 സൈഡ് കവർ ചെയ്യും. 4ാമത്തെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗിനിങ് ഇവിടം തൊട്ടാണ് അങ്ങോട്ട് ഫോർവേഡ് ലുക്കിങ്, ബാക്കിലോട്ടല്ല, ഫോർവേഡ് ലുക്കിങ്, ബിഗിനിങ് അങ്ങോട്ട് തുടങ്ങുക എന്നുള്ള മനസ്സിലായ ബെയ്റ്റ് എന്നുള്ള BH തുടങ്ങിയിരിക്കുന്നത്. ബറഷീദ് എന്നുള്ളതിൻ്റെ B തൊട്ട് തുടങ്ങി. അടുത്ത വേർഡും കേട്ടിട്ടുണ്ടോ? ബാറ, അതും B തൊട്ട്. അതിൻ്റെ അടുത്ത വേർഡ് എന്ന് പറയുന്നത് ആലേഫ, ഇൻഫിനിറ്റ് വരുന്നത്, എലോഹിം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വന്നപ്പം AI, BBA. അപ്പം എനിക്കും അത് വായിച്ച് നോക്കുമ്പോൾ അതിശയം തോന്നി, ഒരു അത്ഭുതം തോന്നി. അതെന്തുകൊണ്ടാണ് അങ്ങനെ തുടങ്ങാൻ അവർ കാരണം എന്തോ B കൊണ്ട് ആലിഫ് കൊണ്ട് തുടങ്ങുക. അതിപ്പം നമ്മളിപ്പം എന്തെങ്കിലും തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ ഇതാകുമ്പോൾ നമ്മൾ വെച്ചല്ലേ തുടങ്ങും. പക്ഷെ അത് തുടങ്ങാതെ B വെച്ച് അവർക്ക് തുടങ്ങാറ്. അത് കഴിഞ്ഞിട്ട് ഈ മുമ്പ് പറഞ്ഞാൽ ബേ എടുത്തിട്ട് ഇന്താ വരുന്നില്ല അവിടെ, ബേ എന്നുള്ള ഇന്നെന്ന് വരുന്നുള്ളൂ, ഇന്നെന്നുള്ള മീനിങ് ഉള്ളൂ വരുന്നു. ഇല്ല, വരുന്ന D എന്ന് വരണമെന്നുണ്ടെങ്കിൽ വരണം. ബേ റോഷ് ഷെറ്റ് എന്ന് വേണം വരാൻ. പക്ഷെങ്കിൽ ഇല്ല. അപ്പം ബിഗിനിങ് എന്ന് പറഞ്ഞാൽ അപ്പം ഈ അവസാനത്തെ എന്ന് പറയുന്നത് ഇതാണ്. അതിനെ ഫ്യൂച്ചർ, പാസ്റ്റ് ടെൻസ് ആണോ പ്രസൻറ്റ് ടെൻസ് ആണോ ഫ്യൂച്ചർ ആണോ എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നത്. അപ്പം ഈ ബേയും ടേയും കൂടെ കൂട്ടി വെച്ചാൽ അതൊരു വീടെന്നുള്ള, ബെയ്റ്റ് എന്നുള്ള ഹൗസ്, വീട്. റോഷ് എന്ന ഹെഡ് ഓഫ് ദ ഹൗസ്, മനസ്സിലായി? ഹെഡ് ഓഫ് ദ ഹൗസ്. അപ്പോൾ ഈ ഹെഡ് ഓഫ് ദ ഹൗസ് എന്നുള്ള മീനിങ് നമുക്ക് എവിടെയെങ്കിലും പുതിയ നിയമത്തിൽ വന്നിട്ടുള്ള കാണിക്കാമോ? നമ്മൾ കൊലോഷ്യൻസ് വായിച്ച് നോക്കിയാൽ മൊത്തം ഈ സ്ത്രീയുടെ തല പുരുഷൻ്റെ തല ക്രിസ്തു, ചർച്ചിൻ്റെ തല ക്രിസ്തു. ഇപ്പം കൊലോഷ്യൻസിൻ്റെ അകത്ത് നമ്മൾ വായിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാണാം, അതിൻ്റെ അകത്ത് നമുക്ക് വായിക്കാം. 2 കൊലോഷ്യൻസ് 2:8 ആണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. God was there, Jesus Christ was there at the beginning of the creation. യേശു ക്രിസ്തു ക്രിയേഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പം ഈ അപ്പം ബെറഷീത്ത് ഹെഡ് ഓഫ് ദ ഹൗസ്
എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എൻറ്റിറ്റി, ഒരു ടൈം ആണെങ്കിലും ഒരു വ്യക്തിപരമായി യേശു ക്രിസ്തുവിനെ ഇതാണ്. അപ്പോൾ ഇതും നമ്മൾ ഈ ജോൺ 1:1 ആൾക്കാർ ഇത് ചെയ്യും. ഇൻ ദ ബിഗിൻ എൻ ഹർ ഹേ ഹാ ലോഗോസ് എന്ന് പറഞ്ഞു വരും. മനസ്സിലായി? അപ്പം ലോഗോസ് വേർഡ് എന്ന് പറയുന്നത്, വേർഡ് ബിക്കം ഫ്ലഷ് എന്നുള്ള വേർഡ് എന്നുള്ളത് ബെറശീത്തും കൂടെ വെച്ചാൽ ശരിയാകും. പക്ഷേ ഇൻ ദ ബിഗിനിങ് അവിടുത്തെ എൻ ഹർ ഹേ ഒരു ടൈം പീരീഡ് എന്ന് കഴിഞ്ഞാൽ ഒരു ആളുടെ ഒരു അല്ലെ ഒരു രാജാവിൻ്റെ, ദാവീദ് രാജാവിൻ്റെ 1-ാം ആണ്ട് എന്നുള്ളതിന് ബിഗിനിങ് 1-ാം ആണ്ട്, ആ ഒരു രീതിയാണ് 1-ാം ദിവസം എന്ന് പറയുന്നത് കാണിക്കുന്നത്. പക്ഷേ ബെറശീത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഒരു ടൈം പീരീഡാണ്. അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വാക്കുകളാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി ഹാർഡാണ്. മനസ്സിലായി? അപ്പം ബെറശീത്ത് എന്ന് പറഞ്ഞാൽ ഒരു ടൈം പീരീഡ്, അതിൻ്റെ 1-ാം ആണ്ട് എന്ന് പറയുന്ന പോലുള്ള ആ 1-ാം ആണ്ടിൻ്റെ സെയിം ഈക്വലൻ്റ് മീനിങ് ആണ് ഗ്രീക്ക് വരുമ്പോൾ എൻ ഹർ ഹേ എന്ന് പറയുന്നത്. എൻ ഹർ ഹേയും ബെറശീത്തും തമ്മിൽ കൂട്ടി യോജിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇപ്പം ബെറശീത്ത് എന്ന് പറഞ്ഞാൽ വാക്ക് ഈ വിളിക്കാലത്ത് ട്രാൻസ്ലേറ്റ് വായിച്ചപ്പോൾ അവരുദ്ദേശിച്ചാണ് തുടക്കമാണ്, ഇൻ ബിഗിനിങ്. മനസ്സിലായി? അങ്ങനെയാണ് അവരിൻ്റെ. പക്ഷേങ്കിൽ ഈ ബെറശീത്തും വേർഡുകൾ ലോഗോസും തമ്മിൽ മാച്ച് ചെയ്യും. പക്ഷേ എൻ ഹർഹയും ബെറശീത്തും തമ്മിൽ മാച്ച് ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ അകത്ത് എൻ ഹർ ഹെഡ് ഓഫ് ദ ഹൗസ്, ആരാണ് ഹെഡ് ഓഫ് ദ ഹൗസ്? ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ട്രിനിറ്റി കാണിക്കുന്ന ഒരു ഇതാണ് ആണ്. അതേപോലെ യഹൂദന്മാർ ഇത് ഒരിക്കലും ഒരു നമ്മൾ ഇത് പഠിച്ച് വായിച്ച് വരുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവും. പുതിയ നിയമം കൂടെ ചേർത്ത് വെച്ച് പഠിക്കുകയാണെന്നുണ്ട് ഇത് യേശു ക്രിസ്തുവിനെ പറ്റി, ബെറശീത്ത് എന്ന് പറയുന്നത് വേർഡ് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ബട്ട് യഹൂദന്മാർ അതിനെ വെച്ചിരിക്കുന്നത് അവരുടെ സെഫീറോത്ത് എന്ന് പറഞ്ഞ ഒരു കബാലയ്ക്കകത്ത് സെഫീറോത്ത് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ്റെ അകത്ത് കെറ്റർ എന്ന് പറഞ്ഞാൽ തല, അതൊരു എൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം നാഗമാദിക്കകത്തെ ഒരു ക്രിയേഷൻ തിയറിക്കകത്ത് നമ്മൾ പഠിക്കുകയുണ്ടായി. ഒരു ഇൻഫിനിറ്റ് ടൈമുണ്ട്. അദൃശ്യനായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. പിന്നെയാണ് പ്ലറോമ എന്ന് പറഞ്ഞ ഒരു ആർക്കിയോൺസ് എന്ന് പറഞ്ഞാൽ സോഫിയ എന്ന് പറഞ്ഞ ഒരു ലേഡി ദൈവം വരുന്നത്. മനസ്സിലായി? അപ്പോൾ എൻസ് ഓഫ്. അപ്പോൾ ഈ യഹൂദ ഇത് പഠിച്ച ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം അറിയാവുന്ന ആരോ ആണ് ഈ നാഗമാദി എഴുതിയിരിക്കുന്നത്. അപ്പം എൻസ് ഓഫ് എന്ന് പറഞ്ഞ ഒരു പീരീഡ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ ബെറശീത്ത് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സ്റ്റാർട്ട്, എല്ലാത്തിൻ്റെയും തുടക്കം. നമ്മൾ ബൈബിൾ ഒത്തിരിയും വേർഡ്സ് എല്ലാത്തിൻ്റെ തുടക്കം. ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെ ഹെഡ്, എല്ലാത്തിൻ്റെ കാരണഭൂതനും എല്ലാത്തിൻ്റെയും തുടക്കക്കാരുമായ ജീസസ് ക്രൈസ്റ്റ്. അത് കഴിഞ്ഞ് അപ്പം പ്രോവേർബ്സിൻ്റെ അകത്ത് നമ്മൾ 8:22 അകത്ത് നമുക്ക് വായിക്കാനിടയാകും. അപ്പോൾ യഹൂദന്മാരുടെ രീതി, യഹൂദന്മാർ ജീസസ് ക്രൈസ്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അവരുടെ ഈ സെഫിറോത്ത് വായിച്ചു കെറ്റർ തല, ക്രൗൺ, അത് ആരും കണ്ടിട്ടില്ല, ആർക്കും കാണാനും പറ്റത്തില്ല. മോശയ്ക്ക് ഒരു സ്മോൾ ഇത് കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ, അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. അത് അദൃശ്യനായ ദൈവം എന്നുള്ള രീതി. അത് കഴിഞ്ഞ് പിന്നെ വരുമ്പം വിസിബിളായിട്ടുള്ള രണ്ടെണ്ണമാണ്. അതിനൊന്നിന് വിസ്ഡം എന്നും മറ്റേതിന് അണ്ടർസ്റ്റാൻഡിങ് എന്നും. കെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു അതിന് പിന്നെ അതിൻ്റെ 2 ബ്രാഞ്ച്. ആ ബ്രാഞ്ചിൽ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് വിസ്ഡമും അല്ലെങ്കിൽ ഹോക്മ, ഇപ്പുറത്ത് ബിന അണ്ടർസ്റ്റാൻഡിങ്, 2 എണ്ണം വരുന്നുണ്ട്. ഹോക്മ എന്ന് പറഞ്ഞാൽ ഒരു വൈഡ്, ഇപ്പം ഏഞ്ചൽസ് എന്നൊക്കെ പറയുന്ന പോലുള്ള വൈഡ് ഒരു വലിയൊരു മീനിങ് ഉള്ള ഇതാണ് വേർഡ്സ് ഒത്തിരി. അപ്പം ഹോക്മ പറയുമ്പം നമ്മൾ ഇതിനും ഹോക്മ പറയും. ഏതിനാ? ഒരു ഉറുമ്പിന്, പ്രോവേർബ്സ് വായിക്കുന്ന ഉറുമ്പിന് ബുദ്ധിയുണ്ട്. മനസ്സിലായി?
അത് വിൻ്ററിലേക്ക് ഇത് ചെയ്യുന്നു. അതേപോലെ ഒരു കല്ലുപണിക്കാരനെ നമ്മൾ എക്സഡസൊക്കെ വായിച്ച് വരുമ്പം ബെസലേൽ ദൈവം ജ്ഞാനം കൊടുത്തു. അപ്പം ആ ഒരു ജ്ഞാനമല്ല ഹോക്മ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ ബെസ്റ്റ്. അത് ശരിക്കും പ്രൊവേഴ്സ് 8:22 അകത്ത് ശരിക്കും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഹോക്മ വിസ്ഡം വാസ് ദെയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ക്രിയേഷൻ. അതിനെ യേശു ക്രിസ്തുവിനെ ഹെഡ് പോയിന്റ്. അപ്പം യഹൂദന്മാരെ വിസ്ഡം, ഈ ഭവിഷ്യത്തിനെ വിസ്ഡമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷെ നമ്മൾ അത് ഒരു ക്രിസ്ത്യൻ വേയിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് യേശു ക്രിസ്തു. അപ്പം യേശു ക്രിസ്തു ഭവിഷ്യത്ത് പറഞ്ഞ ഒരു എൻറ്റിറ്റി, ഒരു ബിഗിനിങ്, എല്ലാം ബിഗിനിങ്. അത് കഴിഞ്ഞ് പിന്നാണ് 1, 2, 3 ദിവസങ്ങൾ വരുന്നത്. ആ ഇൻ ദ ബിഗിനിങ്ങും എൻ ഹർഹെ എന്ന് പറഞ്ഞുള്ള അതും ഇതും കൂടെ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? അതേപോലെ തന്നെ അടുത്ത വേർഡ് വരുമ്പോൾ ബാറ. ഈ ബാറ എന്ന് പറഞ്ഞ വേർഡ് എന്ത് കൊടുക്കുന്നത്, അതിൻ്റെ അടുത്ത വേർഡിന് വേർബ് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് വരത്തില്ലേ എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൻ്റെ മെയിൻ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേർബാണ് ബാറ എന്ന് പറഞ്ഞാൽ ഈ വേർഡ് ദൈവത്തിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ ക്രിയേഷന് മാത്രമേ നമ്മൾ മനുഷ്യർക്ക് പറ്റത്തില്ല. മനുഷ്യർക്ക് അതിന് പറയുന്നത് ആസ അല്ലെങ്കിൽ യത്സർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ബന എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ ഇത് ചെയ്യുന്നത് എവറി ടൈം ഗാഡ്. അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ Psalms 51 അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. അത് ദാവീദ് ചോദിക്കുന്നത് എന്നെ മനുഷ്യരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതല്ല, ദൈവത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ആത്മാവിനെ എന്നിൽ തരണമെന്ന് എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഇതായിട്ടുള്ളതല്ല വേണ്ടേ, ദൈവത്തിൻ്റെ. ഇപ്പം പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പം കൊരിന്ത്യയിലകത്ത് ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞ് വായിക്കാറുണ്ട്. ന്യൂ ക്രിയേഷൻ. അതേപോലെ യോഹന്നാൻ 3 വരുമ്പം ബോൺ അഗെയിൻ. വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ജനനം. അപ്പം അത് മനുഷ്യനാൽ നമ്മൾ നന്നാകാൻ ശ്രമിക്കുന്നതല്ല. മനസ്സിലായി? നമ്മൾ നല്ലതായിട്ട് ചീത്ത വിളിക്കത്തില്ല, അത് കാണത്തില്ല, ഇത് ചെയ്യത്തില്ല, മറ്റു ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യുന്ന ഒരു ഇതല്ല. അതിൽ അങ്ങനെ നന്നായി അങ്ങനെ നമ്മൾ ഒത്തിരിയും പേരെ പറ്റി നല്ലതായിട്ട് ജീവിച്ചു മരിച്ചു എന്നൊക്കെ നമുക്ക് കാണിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഇവിടാണ് ക്രിസ്ത്യൻ തിയോളജിയും മറ്റേ വേർഡ്സും മറ്റേ ഇതും കൂടെ വരുമ്പം കൺഫ്യൂസ്ഡ് ആകുന്നതും വഴക്കുണ്ടാകുന്നതും. ഇങ്ങനെ ചില ആൾക്കാർ വർക്ക്സിൽ കൂടെ നല്ലതായിട്ട് ജീവിച്ചു, ഞാൻ ആരെ ഉപദ്രവിക്കത്തില്ല, നല്ല പേരെടുത്ത്. പക്ഷെ ആ ആൾ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ് ദൈവത്താലുള്ള ന്യൂ ക്രിയേഷൻ ആയിട്ടുള്ളതാണോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. അപ്പം ഇവിടെ ആ വേർഡാണ് ദൈവത്തിന് മാത്രം കഴിയുന്നത്. നമ്മൾ ജോൺ 3 കൊരിന്ത്യയിലെ ന്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നിൽ ഒരു പുതിയ സൃഷ്ടി, കൺവേർഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ. ഒരു പഴയ വ്യക്തിയാണ് കംപ്ലീറ്റ്ലി ന്യൂ, മനുഷ്യൻ്റെ കഴിവിനായിട്ടുണ്ടാകുന്നതല്ല. മനസ്സിലായ ഒരു അദൃശ്യമായ ഒരു ഇപ്പം നമ്മൾ ചില സമയത്ത് ഒരു കള്ളുകുടിയൻ പെട്ടെന്ന് ഓൾ ഓഫ് എസ് വിത്തൗട്ട് എനി തെറാപ്പിയോ അങ്ങനെ ഒന്നുമില്ലാതെ ഒറ്റയടിക്ക് ഇൻസ്റ്റൻ്റായിട്ട് കംപ്ലീറ്റ് മാറുന്നു. അത് ആ ഒരു ഇതിനാണ് ആ ഒരു രീതിയാണ് ഇവിടെ Psalms 51 വരെ ക്രിയേറ്റ് ഇൻ മേ ക്ലീൻ ഹാർട്ട്. കംപ്ലീറ്റ് ആണ് ദൈവത്തിനായിട്ട് കഴിയുന്നത്. നമ്മൾ മനുഷ്യരാൽ കഴിയാത്ത, മനുഷ്യരുടെ നല്ല നടപ്പല്ല, ദൈവത്തിനായിട്ടുള്ള ഒരു. അപ്പോൾ ഇത് ദൈവത്തിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ബാറ. എപ്പോഴും ദൈവം ഗാഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗാഡ് ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒത്തിരി ഇതെന്തോ
ഈ ഐഷയിലും അവിടെയൊക്കെ സെയിം മീനിങ് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ ഹീബ്രു 11:3 വായിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തു. മനസ്സിലായി? ഒന്നുമില്ല, എക്സ് നിഹീലിയോ. ആ ഒരു വേർഡ് വരുന്നത് ബാറയ്ക്ക്, ബറഷീത്തിനല്ല. മനസ്സിലായോ? ബറഷീത്തിൻ്റെ അകത്താണ് എക്സ് നിഹീലിയോ എന്ന് പറഞ്ഞ പേര്. അപ്പം ബറഷീത്തിൻ്റെ അകത്ത് നമ്മൾ വായിച്ചു ക്രിസ്തുവിനെ കാണിക്കുന്നതായിട്ടും യഹൂദന്മാരുടെ ആഗ്രഹപ്രകാരം അതൊരു വിസ്ഡമാണെന്നും ഹോക്മയാണെന്നും ആ വിസ്ഡമാണെന്നും നമ്മൾ പ്രോവേഴ്സിൻ്റെ അകത്തുനിന്ന് ന്യൂ ടെസ്റ്റ്മെൻ്റ് അകത്ത് ക്രിസ്ത്യൻ. രണ്ടാമത് ബിന, അണ്ടർസ്റ്റാൻഡിങ്, ബാറ, ദൈവത്താൽ മാത്രം സാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു എന്തോ ഒരു 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 ദൈവികമായ എന്തോ രീതിയിൽ നമുക്ക് വരുന്ന ഒരു ഒരു രൂപാന്തരത്തിനാണ് ക്രിയേഷൻ എന്ന് പറഞ്ഞു. അപ്പം മനുഷ്യൻ നമ്മൾ ക്രിയേറ്റ്, നമ്മളൊരു വണ്ടി ഉണ്ടാക്കി എന്ന് പറയുമ്പം അതിന് ആസ യത്ത് ബിന ബന വരും എന്നുള്ള വാക്കേ യൂസ് ചെയ്തുള്ളൂ. നമ്മൾ മനുഷ്യൻ്റെ ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രിയേഷൻ വരുമ്പം ഈ വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ബാറ ഓൺലി കംസ് ടു ദൈവത്തിന് മാത്രം, ദൈവം ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രം. അപ്പോൾ ഈ ബാറ എന്ന് പറഞ്ഞ വേർഡ് വരുമ്പം അടുത്ത വേർഡിനെ, ആ വേർബ് അടുത്ത വേർഡിനെ പ്ലൂറലാണെങ്കിലും ആ സിംഗുലറാക്കി മാറ്റും. അപ്പം അതിന് മുമ്പേ ഈ ബാറ എന്ന് പറഞ്ഞ വേർഡിന് എക്സ് നിഹിലിയോ നമ്മൾ വായിച്ചല്ലോ. അപ്പം ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഇപ്പം യഹൂദന്മാരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം there was time before. മനസ്സിലായി? ഇതിനൊരു ബിഫോർ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ എന്തുപോലും മനസ്സിലായി? ടൈമിനെ ഇതല്ല, ക്രിയേഷനെ മാത്രമായിട്ടേ അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് പറയത്തുള്ളൂ. ബട്ട് ടൈമിനെ there was time before. ബർഷ്യത്തിന് മുമ്പേ മനസ്സിലായോ ഇതുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഉണ്ടായിരുന്നു, ദൈവം അനാഥനായിരുന്നു, ഇൻഫിനിറ്റ് ആയിരുന്നു. മനസ്സിലായോ? അപ്പം എല്ലാം ദൈവവും എല്ലാം കൂടെ ഒരുമിച്ച് തുടങ്ങിയതല്ല ബറഷ്യത്ത് അല്ലെങ്കിൽ ഈ ബാറ എന്ന് പറഞ്ഞാൽ പറയുന്നത്. there was something before, ബട്ട് നമുക്കറിയത്തില്ലത്. നമുക്കറിയാവുന്ന ക്രിയേഷൻ വരുന്നത് എക്സ് നിഹിൽ, എന്തോ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഭൂമിയിലെ പ്ലാനറ്റ്, മിൽക്കി വേ, അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന്. മനസ്സിലായോ? ബട്ട് there was time before. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. പല പ്രാവശ്യം ഞാൻ ആർഗ്യുമെൻ്റ് ചെയ്യാൻ പോയി തോറ്റുപോയിട്ടുള്ള ഒരു ഭാഗമാണ് തോറ്റുപോയിട്ടുള്ളത്. ഞാൻ കൺവിൻസ് ചെയ്യാൻ ഹാർഡാണ്. there was time. അപ്പോൾ അവർ ചോദിക്കുന്നത് ദൈവം ഇതിന് മുമ്പേ ഉണ്ട്. അപ്പം ദൈവത്തെ ആരെ ക്രിയേറ്റ് ചെയ്തു, എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? ഓൺലി ക്രിയേഷൻ മാത്രം ബാറ മനസ്സിലായി, ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നു. അപ്പം എക്സ് നിഹേലിയോയിൽ നിന്ന് ബാറ. അപ്പോൾ ഈ ബാറ എന്ന് പറഞ്ഞ വേർബ് നെക്സ്റ്റ് വേർഡ് അത് എലോഹിം എന്ന് പറഞ്ഞ ഒരു പ്ലൂറൽ വേർഡ്, ട്രിനിറ്റിയെ കാണിക്കുന്ന പ്ലൂറൽ വേർഡ്. ബട്ട് ഈ ബാറ അതിനെ സിംഗുലർ. എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള മറ്റു കാര്യത്തിൽ ഒരു പ്ലൂറൽ വേർഡിനെ സിംഗുലറായിട്ട് ഒറ്റ ദൈവമേ ഉള്ളൂ, ബട്ട് പ്ലൂറലാണ്. ആ കാൺസെപ്റ്റ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, വായി എന്നുള്ള മനസ്സിലായി. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴും ബറഷീത്ത്, യേശു ക്രിസ്തു, ബാറ, ഹോളി സ്പിരിറ്റ്, ബിനായി കൂടാണ് അണ്ടർസ്റ്റാൻഡിങ് തന്ന് എല്ലാം ഇത് ചെയ്ത് ചെയ്യിച്ചെടുക്കുന്നത്. മനസ്സിലായി? ഇപ്പം നമ്മൾ ഹോളി സ്പിരിറ്റിനെ വായിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് തന്നെത്താൻ സാക്ഷി വായിക്കുന്നില്ല, എന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും സാക്ഷി വായിച്ച് നമ്മളെ കൊണ്ട് ഒന്നുമില്ല, നമ്മൾ പാപികളായിരുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ത്രൂ ദ വർക്ക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്
ക്രിയേറ്റിംഗ് എ ന്യൂ പേഴ്സൺ. മനസ്സിലായി? അപ്പോൾ എന്ന് പറയുന്നത് അതാണ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ ബുദ്ധി നമ്മൾ അഴുക്കായിട്ട് നടക്കാതെ നമുക്ക് നല്ല രീതിയിൽ നടക്കാനുള്ള അണ്ടർസ്റ്റാൻഡിങ് തരുന്നത് ഒരു ഒരു മനസ്സിലായി. അത് ഞാൻ അടുത്ത് വരുന്ന എലോഹീം. എലോഹീം എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ. ഈ വേർഡ് ഹീബ്രുവിൽ നിന്ന് അല്ല വന്നത്. സെമിറ്റിക് യുഗറിറ്റിക് ഹീബ്രു വേർഡ്സ് വരുന്നതിന് മുമ്പേ ഈ എൽ എന്ന് പറഞ്ഞ വേർഡുണ്ട്. എലോഹ, എലോഹ എന്നൊക്കെ പറഞ്ഞ വേർഡിൽ നിന്ന് ആണ് ഇത് വരുന്നത്. അപ്പം ഇതിനു മുമ്പേ ഈ യുഗറിറ്റിക് ഇതൊക്കെ ഫിനീഷ്യനും അതൊക്കെ വായിച്ചു നോക്കും. ആ ഭാഗമൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പം ബാലിന് മുമ്പേ ബാലാണ് അവരുടെ സുപ്രീം ദൈവം. ഇപ്പം മറ്റേ സ്ഥലത്തെല്ലാം മർഡൂക്കാണ്. പക്ഷെ അവരെക്കാട്ടിലൊരു വലിയൊരു ദൈവമുണ്ട്. ആ ദൈവം ആരാന്ന് കണ്ടിട്ടില്ല. മനസ്സിലായി? ഇപ്പം നമ്മളുടെ അറബിക്ക് മുസ്ലിം സഹോദരന്മാർ അവരുടെ ഇതും പഠിച്ചു വരുമ്പം അള്ളാഹ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇതിൽ നിന്ന് വന്നതാണ് അള്ളാഹ് എന്ന് പറയും. പക്ഷേ അവരെല്ലാം സമ്മതിക്കുന്നത് ദേഴ്സ് എ ഇൻവിസിബിൾ ദൈവം. അതാരാന്നത് യൂണിവേഴ്സൽ. എലോഹിം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ വേർഡ്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പ് വായിച്ച ടെട്രാഗ്രാമറ്റോൺ വന്നിട്ടുള്ളത് കവനൻ്റൽ ദൈവം, മനുഷ്യനുമായിട്ടുള്ള കവനൻ്റൽ ഇതിലാണ് വന്നത്. ഇപ്പം നിങ്ങൾ 10 കൽപ്പന എടുത്തു നോക്കുക. ആദ്യം ഞാനല്ലാതെ വേറെ ഒരു ദൈവം ഉണ്ടായാലെന്ന് പറയുമ്പം നമ്മളെപ്പോഴും യു ഷാൽ നോട്ട് ഹാവ് നോ അതർ ഗാഡ്. ഗാഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ വരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഹീബ്രു ഇതെടുത്ത് നോക്കി ലോർഡ് ഗാഡ് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ 1-ാം അധ്യായത്തിനകത്ത് മുഴുവൻ എലോഹിമാണ്. 2-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്കാണ് ലോർഡ് ഗാഡ്. നമ്മൾ JDEP ലാസ്റ്റ് പ്രാവശ്യം പറഞ്ഞ പോലെ JDEP എന്നുള്ള പറഞ്ഞ പോലെ ഇതിനകത്ത് എലോഹിം പ്രൈസ്റ്റും എലോഹിമിസ്റ്റും കൂടെ ജെഹോവിസ്റ്റും കൂടെ കൂടി മിക്സ് ചെയ്ത് അപ്പം ലോർഡ് ഗാഡ് എന്ന് പറയുന്നത് മനസ്സിലായി. എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവം, ആ ദൈവത്തിൻ്റെ അകത്ത് തന്നെ ഉള്ള കവനൻ്റൽ ഗാഡ്. മറ്റേ എലോഹിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. അപ്പം എന്നോട് ചോദിക്കും ഈ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്നുള്ളത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അല്ല, ഇറ്റ്സ് എ യൂണിവേഴ്സൽ കമാൻഡ്മെൻറ്റ്. എലോഹിം ഈസ് എ യൂണിവേഴ്സൽ ഗാഡ്. നമ്മൾ ഏത് മതത്തിൻ്റെ അടുത്ത് നോക്കിയാലും എല്ലാ മതത്തിനും ഒരു സുപ്രീം, അതായത് ഇപ്പം ഞാൻ പറയാം, പൗലോസ് അത്തേനയിൽ ചെന്നപ്പം ഒരു അൺനോൺ ഗാഡ് ഉണ്ട് കണ്ടത്. അവർക്ക് എല്ലാ ദൈവമുണ്ട്. ബട്ട് ദർ ഇസ് അനദർ അൺനോൺ ഗാഡ്, അറിയാത്തൊരു ദൈവം. മനസ്സിലായി? ദർ ഇസ് ഇൻവിസിബിൾ ഗാഡ്, ദർ ഇസ് അറിയാത്തൊരു ദൈവത്തിൻ്റെ അപ്പം പൗലോസ് പറയുന്നത് ഇതാണ് യഥാർത്ഥ ദൈവം എന്ന് പറയാൻ ശ്രമിക്കുന്നത്. മനസ്സിലായി? ആ സെയിം കോൺസെപ്റ്റ് എല്ലാ മതത്തിൻ്റെ അകത്തുണ്ട്. അപ്പം അതാണ് ഈ എൽ എന്ന് പറഞ്ഞത്. എൽ എന്ന് പറഞ്ഞ വേർഡ് വരുന്നത് എലോഹ അല്ലെ എലോഹ ആണ് അതിൻ്റെ സിംഗുലർ. അപ്പോൾ എലോഹ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് എലോഹീം എന്ന് പറഞ്ഞ് വന്നത്. എലോഹീം പ്ലൂറൽ. പക്ഷേ ഇവിടെ വരുമ്പം ബാറ ആ വേർഡിനെ സിംഗുലർ ആക്കുക. ഒറ്റ ദൈവം, മോണോത്തിസം, ഒരേ ഒരു ദൈവം. ബട്ട് ഇതിന് 3 ഫോമുണ്ട്, 3 ഫോംസ് ഉണ്ട്. അതാണ് ബറഷീത്ത്, ബാറ, എലോഹീം. അപ്പം ജീസസ് ക്രൈസ്റ്റ്, ഹോളി സ്പിരിറ്റ്, ദ റിയൽ ഫാദർ ഗാഡ്. മനസ്സിലായി? ഇത് യൂണിവേഴ്സൽ ഗാഡ്. ഈ കൽപ്പനകളെല്ലാം പണ്ട് മുതലേ ഉണ്ടായിരുന്നു, ഈ 10 കൽപ്പന എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് മോശയിൽ കൂടെ കിട്ടിയത് മാത്രമേ അറിയത്തുള്ളൂ. നോഹയുടെ കാലത്തൊരു 7 നോഹൈഡ് ലോ ഉണ്ടായിരുന്നു. അതിന് മുമ്പേയും കാണുമായിരിക്കും. ബട്ട് നമുക്ക് ഇതില്ല, തെളിവില്ല എന്ന് മാത്രമല്ല അന്നത്തെ കാലത്തെ റൈറ്റിംഗ് ഉണ്ടായിരുന്നില്ലോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പം പഴയ കാലത്ത് ഒരു കാളയുടെ രൂപത്തിൽ ആലേഫ് എഴുതിയിരിക്കുന്നത്, വീടിൻ്റെ രൂപത്തിലാണ് ബേറ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ അവിടെ നിന്നാണ് ഈ അക്ഷരങ്ങൾ ആലേഫ് ബെറ്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പേ എന്തുമായിരുന്നു? ഇപ്പം ഹൈറോഗ്ലിഫിക്സ് ആണെന്ന് തോന്നുന്നു. ക്യുനൈഫോം അല്ല, ക്യുനൈഫോം എന്ന് പറഞ്ഞാൽ വെഡ് ഷേപ്പ്. ഹൈറോഗ്ലിഫിക്സ് ഈജിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ
ഫറവൻ്റെയൊക്കെ ആ ടൂമിൻ്റെ അകത്ത് പോയി നോക്കി ഗ്ലിഫിക്സിൽ ഓരോ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യും. അതെല്ലാം ഓരോ കിളികളുടെയും ഇതിൻ്റെയൊക്കെ പിക്ചറുകളാണ്. അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും, അക്ഷരത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുമ്പം ദർസ് എ മെസ്സേജ്. അപ്പോൾ അതിന് മുമ്പേ ഉള്ള കാലഘട്ടത്തിൽ എന്തുമായിരുന്നു നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദർ വാസ് എ ലോ ദർ ബിഫോർ. അത് യൂണിവേഴ്സൽ ലോ. ആ ലോയ് എന്താണ് എലോഹിം എന്ന് പറയുന്നത്. എലോഹിം എന്ന് പറഞ്ഞാൽ അപ്പം ഒരു കൽപ്പനകൾ ഇതെന്ന് പറയുമ്പം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള യഹൂദന്മാർക്ക് കവനൻ്റൽ ഗാഡ്, ടെട്രാഗ്രാമറ്റോൺ, ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞ് അത് നമ്മൾ വന്ന് ലോഡ് എന്നുള്ള ക്യാപിറ്റൽ YHWH ആ ഒരു വേർഡ് യഹൂദന്മാരെ മാത്രമായിട്ട് പറയുന്നത് കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് കൊടുത്ത കവനൻ്റിൽ മുഖാന്തരം വന്ന്. പക്ഷെ അതിന് മുമ്പേ യൂണിവേഴ്സൽ ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ബൈബിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രോഡ് ഇങ്ങനെ വന്നിട്ട് യൂണിവേഴ്സൽ, പിന്നെ ദൈവം അബ്രാമിനെ തിരഞ്ഞെടുത്തു. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ക്രിസ്തുവിൻ്റെ അവിടെ ഒരു പോയിന്റ് വരും. പിന്നെ വൺസ് ക്രിസ്തുവിൻ്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടൊരു യൂണിവേഴ്സൽ എല്ലാവർക്കും യേശു ക്രിസ്തുവിൽ എല്ലാവർക്കും ദ ഹോൾ മനസ്സിലായി. ഒരു ഇങ്ങനെ വന്ന് ആദ്യം ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന പോലുള്ള രീതി ഉള്ള. അപ്പം ഫസ്റ്റ് എലോഹിം ഒരു യൂണിവേഴ്സൽ, ദെൻ കവനൻ്റൽ YHWH. അത് മോശയിൽ കൂടെ നമുക്ക് പിന്നെയാണ് വരുന്നുണ്ടെങ്കിലും പക്ഷെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഇതുണ്ട് എലോഹിം. അപ്പം എലോഹിം എന്ന് പറഞ്ഞ യൂണിവേഴ്സലാണ് പറയുന്നത്. അപ്പം അന്ന് മുതലേ കവനൻ്റിലും കൽപ്പനകളും എല്ലാം ഉണ്ടായിരുന്നതുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയത് അക്ഷരം നമുക്ക് കിട്ടിയപ്പം തൊട്ടുള്ള അത് നമുക്കറിയത്തുള്ളൂ. അതിൻ്റെ മുമ്പിലത്തെ കാര്യം നമുക്കറിയത്തുള്ളൂ, മനസ്സിലായി. പക്ഷേ ഇവിടുത്തെ ഉദ്ദേശം ദ വേർബ് മേക്സ് എലോഹിം സിംഗുലർ. അത് ഇന്നേ വരെ പഠിച്ചതിൻ്റെ അകത്ത് ഞാൻ അങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടെന്ന് തോന്നില്ല. ഒരു വേർഡ് ഇത് 3 പ്ലൂറൽ വേർഡ്സിനെ സിംഗുലറാക്കി തീർക്കുക. മനസ്സിലായി. 3 ദൈവമല്ല, ഒരു ദൈവം, ബട്ട് 3. ആ ഒരു കോൺസെപ്റ്റ് ഇച്ചിരി ഹാർഡാണ്. അതിന് ചില ആൾക്കാർ പറയുന്നത് ഒരു വെള്ളം ഐസാകും, ലിക്വിഡാകും, വേപ്പറാക്കും. അങ്ങനെ കുറേ കോൺസെപ്റ്റ് ഞാൻ കേട്ടു. അതേപോലെ ഇപ്പം ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ അച്ഛനാണ്, ഭർത്താവാണ്, എന്നാൽ ഒരു മകനുമാണ് ഒരാൾ. അപ്പം അങ്ങനത്തെ കുറേ കോൺസെപ്റ്റ് പറയാൻ ശ്രമിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ബട്ട് ഐ ഡോണ്ട് നോ. എനിവേ അത് കഴിഞ്ഞ് ഈ ബറായുടെ ഗമാഷ എടുത്ത് നോക്കുമ്പോൾ ബർഷ്യത്തിൻ്റെ ഗമാഷ നമ്പർ 913 എടുത്ത് നോക്കുമ്പോൾ അതിന് തന്നെ എൻസ് ഓഫ് എന്ന് പറഞ്ഞ വേർഡ് വന്നു. അങ്ങനെ കുറേ വേർഡുകൾ ഒത്തിരിയും അതിനോട് യോജിക്കുന്ന വേർഡുകൾ വരുമ്പോഴാണ് ഈ ഒരു ഇതേപോലുള്ള അർത്ഥത്തിൽ പോകുന്നത്. ബെയ്റ്റ് റോഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് അതേപോലെ ബെറീറ്റ് ഈഷ് എന്ന് പറഞ്ഞാൽ കവനൻറ്റും തീയും. ഏഷ് എന്ന് പറഞ്ഞാൽ തീ. ഈശല്ല, ഇഷ് എന്ന് പറഞ്ഞാൽ ആണ്. ഈശ പെണ്ണ്. ഇഷ് ISH എന്ന് പറയുന്നത് ആണ്. ISHHA എന്ന് പറയുന്നത് പെണ്ണ്. അപ്പം ഇഷ പെണ്ണും ഈഷ് എന്ന് പറഞ്ഞാൽ. ബട്ട് ഐ മാറി ആണെങ്കിൽ ഏഷ് എന്ന് പറയുന്നത് തീയ, ഫയർ. അപ്പം ആ ബർഷത്ത് എന്ന് പറഞ്ഞാൽ ഇത് വരാം. അതേപോലെ തന്നെ ബറായിൽ നിന്ന് ഗമാഷിയ 203 എന്ന് പറഞ്ഞ ഇത് വരും. അതിൽ നിന്നാണ് നമ്മൾ പുതിയ ന്യൂ ക്രിയേഷൻ, ദൈവത്താൽ സാധ്യമായിട്ടുള്ള മാത്രമായിട്ടുള്ള മനുഷ്യനായിട്ടുള്ള അതിനും വേഴ്സ്. അപ്പോൾ അത് പിന്നെ നമ്മളിപ്പോൾ എലോഹിമും പഠിച്ചു, സിംഗുലർ ദൈവം. വേർബിനെ സിംഗുലറാക്കി, മനസ്സിലായി. പ്ലൂറൽ ദൈവം ഹീം. എലോഹ
അത് എലോഹീമായപ്പോഴത്തേക്ക് പ്ലൂറലായി. പക്ഷെങ്കിൽ വേർബ് വരുമ്പോൾ അത് സിംഗുലർ, സ്റ്റേ സിംഗുലർ. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ ഗമാഷ എടുത്ത് നോക്കുമ്പം 86 വരുന്നുണ്ട്. ആ 86 വരുന്ന ഒരു ഇതാണ് ഹാറ്റെവ, ദ നേച്ചർ. അപ്പം നമ്മുടെ ക്രിയേഷനിൽ തന്നെ ഉണ്ട് ദൈവം എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പോയാൽ നമ്മൾ വേറെ പല മതങ്ങളുമായിട്ടും സമ്മതിക്കേണ്ടി വരും. എങ്കിലും നമ്മൾ റോമാലേഖനം വായിച്ചു വരുമ്പം അദൃശ്യമായ ദൈവം ക്രിയേഷനെ കൂടെ വിസിബിളാക്കി നമുക്ക് തന്നിട്ടുണ്ട്. ത്രൂ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലായി? ത്രൂ അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡത്താൽ, ത്രൂ വിസ്ഡം, ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ഇൻവിസിബിൾ ദൈവത്തെ നമ്മൾ വിസിബിളാക്കി ത്രൂ ക്രിയേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ റോമാലേഖനം 1:18 അങ്ങോട്ട് കഴിഞ്ഞ് കുറേ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 2 ആദ്യ ഭാഗങ്ങളിലും ഉണ്ടെന്നോ. അപ്പം അതിൻ്റെ അകത്ത് കാണിച്ചു തന്നിട്ടുണ്ട് ത്രൂ ക്രിയേഷൻ ദൈവം നമുക്ക് വിസിബിൾ. അപ്പം ദൈവം ഇല്ല എന്നൊരു കോൺസെപ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഓ മൈ ഗാഡ്, ആൾ നല്ല ജ്ഞാനിയായിരിക്കും. പണ്ട് എനിക്കൊന്നു C.S. ലൂയിസ് എന്ന് തോന്നുന്നൊരു ബുക്ക് എഴുതി, ഐ ഡോണ്ട് ഹാവ് ഇനഫ് നോളജ് ടു ബി ആൻ ഏത്തിയസ്റ്റ്. എനിക്ക് ഏത്തിയസ്റ്റ് ദൈവം ഇല്ല എന്ന് പറയാനുള്ള അത്രയും ജ്ഞാനം എനിക്കില്ലെന്ന് പറയണം. കാരണം ദൈവം ഇല്ലെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ക്രിയേഷൻ എല്ലാം സംതിങ് എന്ന് പറഞ്ഞ് വരേണ്ടി വരും. മനസ്സിലായി? അപ്പം ഗാഡ് വാസ് വിസിബിൾ ത്രൂ ക്രിയേഷൻ. എല്ലാം ദൈവം നമുക്ക് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ത്രൂ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഈ വാക്കുകളെല്ലാം ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ബ്ലൂ പ്രിൻ്റ് മുമ്പേ വെച്ചിട്ടുണ്ട്. ആ ബ്ലൂ പ്രിൻ്റ് എന്തുവാന്ന് കണ്ടുപിടിക്കുക. മനസ്സിലായി? ബറഷീത്ത്, ബാറ, എലോഹിമി കൂടെ ഹോക്മ, വിസ്ഡം, ജ്ഞാനം, ബിന, അണ്ടർസ്റ്റാൻഡിങ്, കെറ്റെന്ന് പറഞ്ഞാൽ ദൈവം, എലോഹിം കണ്ടിട്ടില്ല, ഇൻവിസിബിൾ. അപ്പം ഈ ഇൻവിസിബിൾ ദൈവത്തിൻ്റെ ഈ ഹോഗ്മായിക്കൂടെ ക്രിയേഷൻ ഉണ്ടായി. അതിൻ്റെ പർപ്പസ് എന്തോ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിയേഷൻ? നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം എന്തോ? ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ? നമ്മളിങ്ങനെ സൂഹിച്ച് കളിച്ച് ഇങ്ങനെ ജീവിക്കുകയല്ലേ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശം എന്തോ? ഈ ഒരു ഇതിൻ്റെ എഗെയിൻ ഒന്നുകൂടെ പറയാം, ഡിക്ഷണറി ഇല്ലാത്തത് കൊണ്ട്, ഇന്നത്തെ കാലത്തെ പോലെ ഇതില്ലാത്തതുകൊണ്ട് അന്നത്തെ ആൾക്കാർ ത്രൂ ഡിഫറെൻറ്റ് വേർഡ്സ് കൂടെ അവർ കണ്ടുപിടിക്കുക ദൈവത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്തോ, വാട്ട് ഈസ് അവർ പർപ്പസ് ലൈഫ് എന്നുള്ള ഇതിനെപ്പറ്റി ഇനിയും പറയുമ്പോൾ ഒത്തിരി ഓക്കെ. പർപ്പസ് ഓഫ് ലൈഫ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിത് പഠിച്ചു വരുമ്പം എല്ലാം കാണിച്ചു വരുന്ന ക്രിസ്തുവിൻ്റെ, മനസ്സിലായി? ത്രൂ ക്രിയേഷൻ ദൈവം ത്രൂ ക്രിയേഷൻ കാണിച്ചു വരുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിക്കുക എന്നുള്ള ഒരു ഇതാണ്, കോൺസെപ്റ്റാണ്. ഈ ഒരു ദൈവവൈതൽ ഞാൻ ഒരു ക്രിസ്ത്യൻ വേദോടി, പക്ഷേ യഹൂദന്മാരിപ്പോഴും ക്രിസ്തുവിനെ അവർ അംഗീകരിക്കാത്തതുകൊണ്ട് അംഗീകരിച്ചവർ ഒത്തിരിയും പേരുണ്ട്. അതുകൊണ്ടൊക്കെ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. മനസ്സിലായി? അപ്പം അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ഒരു വിസ്ഡം, ത്രൂ വിസ്ഡം. അപ്പം അപ്പം ലാസ്റ്റ് പ്രാവശ്യം പറഞ്ഞാൽ അറിവ് നേടുന്നത് തെറ്റാന്ന് പറയുന്നത് പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി അറിവ് നേടിയിട്ട് കാര്യമില്ല, അറിവ് നേടുന്നത് മണ്ടത്തരമാണ്. ക്രിസ്തുവിനെ പറ്റി അറിയുന്നത്, അല്ലെ ദൈവത്തെ പറ്റി അറിയുന്നത്, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. അത് പറയുന്നതിൽ ക്രിസ്തുവിനെ പറ്റി നല്ല അറിവുകൾ പഠിച്ചു വലിയ ഓക്കെ പോണ്ട, കുറ്റം പറയുന്നു. ഓക്കെ, ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം അറിയുന്നതിൽ ഒരു തെറ്റുമില്ല. പഠിച്ച് ഒത്തിരി ഇതാകാതിരുന്നാൽ മതി, റോങ് ടീച്ചിങ് ഒന്നും കൊണ്ടുവരാതിരുന്നാൽ മതി. ബട്ട് വിത്തിൻ ദ കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് അപ്പം ഗാഡ് ഒരു ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ടുണ്ട് ത്രൂ ക്രൈസ്റ്റ് കൂടെയും ക്രിയേഷൻ കൂടെയും. അത് കണ്ടുപിടിക്കുക. മനസ്സിലായി? അത് കണ്ടുപിടിച്ചതാണ് ക്രിസ്തു വന്നത്. മനസ്സിലായി? നൗ ക്രൈസ്റ്റ് ഗേവ് us സംതിങ്. എന്തുവാ? മൽഖൂത്ത്, കിങ്ഡം. യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ
എംഫസൈസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു കിങ്ഡം ഓഫ് ഗാഡ്. വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗാഡ്? അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. മനസ്സിലായി? പിന്നെ ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത വേർഡിലോട്ട് പോകാം. ഓക്കെ, യെറ്റ്. ഈ യെറ്റ് എന്ന് പറയുന്ന ഒരു ലൈക്ക് എ കണക്ടറാണ്. ഇത് എങ്ങനെ ശരിക്കും പറയാം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ അല്ലെങ്കിൽ ദേവദാസന്മാർ, അവർ ഫേമസേ അല്ല, പക്ഷെ അവരില്ലാത്ത ഒരു കാര്യമില്ല. അവർ എവിടെ ചെന്നാലും അവരുണ്ട്. അവരാണ് അവിടുത്തെ മെയിൻ. പക്ഷെ അവർ പറഞ്ഞു വരുമ്പോൾ ഒരു പ്രശസ്തിയോ ഒന്നുമില്ല. ബട്ട് അവർ അനേക പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, സൽക്കരിക്കുന്നുണ്ട്, അനേക ദൈവമക്കളെ കഷ്ടതയിൽ കൂടെ നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എവിടെ എടുത്ത് ചെന്നാലും ഈ ഒരു ദേവദാസൻ്റെ പേര്. പക്ഷെ ആ ദേവദാസൻ ഒരു ഫേമസും അല്ല, എന്ന് കഴിഞ്ഞാൽ വലിയ പ്രാസംഗികനോ വലിയ ഹൈ ഇത് ഉള്ള ഇതൊന്നും ലെവലല്ല. പക്ഷെങ്കിൽ ഈ ദേവദാസൻ എല്ലായിടത്തും ചെന്നാലും എല്ലാവരും അറിയും, എല്ലാവരെ പറ്റി സ്നേഹിക്കപ്പെടുന്ന ഒരു ദേവദാസനെ പറ്റി കണ്ടിട്ടുണ്ടോ? അല്ലെ വ്യക്തിയായാലും ആരായാലും കേട്ടിട്ടുണ്ടോ? അതേപോലെയാണ് ഈ യെറ്റ് എന്ന് പറയുന്നത് കണക്ടർ. ഇതിൻ്റെ അർത്ഥം ആർക്കും അറിയത്തില്ല, യഹൂദന്മാർക്ക് പോലും അറിയത്തില്ല അത് എന്തിനാ അവിടെ വെച്ച്. പക്ഷെ അത് എടുത്തു മാറ്റാൻ അവർക്ക് പേടിയാണ്, കാരണം ദൈവവചനത്തിലുള്ളതല്ലേ. പക്ഷേ ഈ ഒരു വേർഡ് ഇല്ലാതിരിക്കാനും പറ്റത്തില്ല. അത് മനസ്സിലായി? എങ്ങനെ ഇതിനൊരു അർത്ഥമില്ല, പക്ഷെങ്കിൽ എല്ലാ ഒരു വേർഡിനെയും എംഫസൈസ് ചെയ്യണമെന്നുണ്ട് ഈ വേർഡ് വേണം. അതേപോലൊരു ഇതാണ് എറ്റ് എന്ന് പറയുന്നത് വേർഡ് വരുന്നത്. അത് കഴിഞ്ഞ് ഹഷമായിം, ദ ഹെവൻസ്. അപ്പം ഈ ഹഷമായിം എന്ന് പറയുന്നത് ദ ഹെവൻസ് എന്ന് പറയും, പ്ലൂറലാണ് ഹഷമായിം. അപ്പം ഈ വേർഡിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പം ഈ ഷാം മയീം, മനസ്സിലായോ? ഷാം മയീം എന്ന് വരുമ്പം ഫയർ വേഴ്സസ് വാട്ടർ, വെള്ളം, മയീം വെള്ളം. അത് കഴിഞ്ഞ് ഏഷ് SH തുടങ്ങുന്നു. അതിൻ്റെ മുമ്പിൽ അവരൊരു ഈയൂടെ ചേർത്ത് എഷ്, മയീം, ഫയർ. അപ്പം ഇതിൽ നിന്നാണ് ആദ്യം ആൾക്കാർ, ഈ ഫിലോസഫിക്കൽ ആൾക്കാർ കണ്ടുപിടിച്ചത് ഭൂമി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ വെള്ളവും ഇതുകൊണ്ടാകും. ഇപ്പം ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. ഹെവനും ആകാശവും ഭൂമിയും ഉണ്ടാക്കി, മനസ്സിലായി? അപ്പോൾ അത് വരുന്നുണ്ട് ആൾക്കാർ അടുത്ത ചോദിക്കുക, വെള്ളം അടുത്ത വാക്കിൻ്റെ അത് വരുന്നുണ്ട്, പാഴും ശൂന്യമായിരിക്കുന്നു, ദീപ്, വെള്ളം ഇടുന്നു, എങ്ങനെ വരുന്നു ചോദ്യം വരും, മനസ്സിലായി? അപ്പം അങ്ങനെയുള്ള രീതി ചോദ്യം വരുമ്പോൾ അവരുടെ കാൺസെപ്റ്റിൻ്റെ അകത്ത് വരാൻ വേണ്ടിയാണ് ഏഷ് മയീം, ഫയറും ഉണ്ടായിരുന്നു, വെള്ളവും ഉണ്ടായിരുന്നു, മനസ്സിലായി? ഒരു സ്പിരിച്വൽ ബാലൻസ്, തീയെ കടത്താൻ വെള്ളം, മനസ്സിലായി? ആ രണ്ട് ഒരു എന്താ എരിമധുരം പോലുള്ള എന്ന് പറയാം, ഒരു സ്പിരിച്വൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ രണ്ട് വേർഡ്, അങ്ങനെ ഇതുവരെ ഒത്തിരി ഫിലോസഫിക്കലി ഈ ഷമായിം എന്ന് പറഞ്ഞ വേർഡ് വന്നിട്ട്. അതേപോലെ ഹെവൻസ്, ദൈവത്തിൻ്റെ ത്രോൺ, ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം എന്ന് പറയുന്നത്. ഈ ഹെവനെ പറ്റി ഒത്തിരി എത്ര ഹെവൻസ് ഉണ്ടെന്നും, ഇത് നമ്മൾ ഈ ഹെവൻസ് എന്ന് വായിക്കുമ്പം ഈ കാണുന്ന സ്കൈ ആയിട്ടല്ല ഈ വാക്യം വരുന്നത്. ഇനിയും പുറകിലോട്ട് വരുമ്പം വൺസ് ഡിവൈഡ് ക്രിയേഷൻ കൂടുതൽ കഴിയുമ്പം സ്കൈ വരുന്നുണ്ട്, ഡോം വരുന്നുണ്ട്. പക്ഷേ ഈ ഹെവൻസ് എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് എ വാസ്റ്റ്, വലിയൊരു. അപ്പോൾ എർത്ത് എന്ന് പറഞ്ഞ് വരുമ്പോഴും അടുത്ത അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്താണ് വേ എറ്റ് ആഹാററ്റ്സ് എന്ന് പറയുന്നത്. അപ്പം വേ എന്ന് പറയുന്നത് ആൻഡ്, അത് എറ്റ് പിന്നെയും വരുന്നുണ്ട്, ആ കണക്ടർ വേർഡ് എറ്റ് ഹാററ്റ്സ്, ദ എർത്ത്.
എർത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ പാദപീഠം വരുന്നുണ്ട്, അർത്ഥം വരുന്നുണ്ട്. അതേപോലെ ആൾക്കാർ അതിന് നമ്മുടെ ഭൂമിയായിട്ട് എർത്തുമായിട്ട് വരും. പക്ഷെങ്കിൽ ഇവിടെ അത് ഒരു പ്ലാനറ്റ്, ഒരു ഫുൾ പ്ലാനറ്റ് എന്തുവാ ദൈവത്തിൻ്റെ ഒരു ഫുൾ ഇതായിട്ടാണ് വരുന്നത്, പ്ലാനറ്റായിട്ടാണ് വരുന്നത്. എർത്ത് മാത്രമായിട്ട് കൊടുക്കാം. അതിന് കുറച്ച് കഴിയുമ്പോൾ അതിന് എർത്തായിട്ട് ഉള്ള ഇവിടെ വരും. മനസ്സിലായി? അപ്പം ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് പറഞ്ഞ് വരും. അപ്പം അത് കഴിഞ്ഞ് ഈ രണ്ട് വേർഡ്സിനെ കൂട്ടിച്ചേർത്താണ് മൽക്കൂത്ത് എന്ന് പറഞ്ഞ് വരുന്നത്, കിങ്ഡം ഓഫ് ഗാഡ്. ആകാശവും ഭൂമിയും ഒത്തുവരുന്നത്. അപ്പം നമ്മൾ ബൈബിളിൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട്. ഈ ആകാശം ഭൂമി എവിടെ ഒന്നിച്ചു വന്നത്? ആദ്യം ഈഡൻ ഓഫ് ഗാർഡൻ ഓഫ് ഈഡൻ ആദ്യം വന്നു. പിന്നെ ഇവിടെ വന്നു സമാഗമന കൂടാരത്തിൽ. സമാഗമന കൂടാരത്തിൻ്റെ മറ്റേ വേർഡ് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കുക. ഇനി സമാഗമന കൂടെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആകുന്ന യേശുക്രിസ്തുവിൽ കൂടെ. മനസ്സിലായി? ദ കിങ്ഡം എർത്ത് ആൻഡ് ഹെവൻസ് യോജിച്ച് വരുന്നത്. അപ്പം ഇത് സാംസിൻ്റെ അകത്തൊക്കെ ഒത്തിരിയും ഇതിൻ്റെ സങ്കീർത്തനങ്ങൾ മറ്റൊത്തിരി ഭാഗത്ത് ഹെവൻസ് ആൻഡ് എർത്ത് മീറ്റ് ചെയ്യുന്നത് പറഞ്ഞ് ദൈവവും മനുഷ്യൻ്റെയും ആയിട്ടുള്ള ബന്ധം കാണിക്കുന്നു. ദൈവം മനുഷ്യരോടുകൂടി വസിക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായി? ആ ഹെവൻ ആൻഡ് ദ എർത്ത് ഇതിന് രണ്ടും കൂടെ വെച്ച് കിങ്ഡം ആയിട്ട് മൽക്കൂത്ത്, ദൈവത്തിൻ്റെ കിങ്ഡം ഓഫ് ഗാഡായിട്ട് യഹൂദന്മാരെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം അവരിതുവരെയായിട്ടും ക്രിസ്തു അവർ വരാനിരിക്കുന്ന മെഷിയെ പറ്റി ആണെങ്കിലും ബട്ട് ആ ഒരു കോൺസെപ്റ്റാണ് അവരുള്ള കിങ്ഡം ഓഫ് ഗാഡ്. ആദ്യം ഇൻവിസിബിളായിട്ടുള്ള കെറ്റർ, പിന്നെ ഹോക്മ, പിന്നെ ഏറ്റവും അവസാനം ഇതെന്തോ മൽക്കൂത്ത്. അതിൻ്റെ ഇടയ്ക്ക് 6 ഉണ്ടാകും. ആ 6 എന്താണ് ദൈവത്തിൻ്റെ ഇൻവിസിബിൾ ആട്രിബ്യൂട്ട്സ് ആയിട്ടാണ് ഓരോ ഇതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലൂ പ്രിൻ്റ് അവർ സെഫീറോത്ത് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഡീപ്പായിട്ട് പോകുമ്പം അതെനിക്ക് ഡേഞ്ചറസാണ്. കബാലയ്ക്ക് ആദ്യത്തെ കുറച്ച് ഭാഗം എടുത്തുള്ളൂ, ബാക്കി പോകാൻ എനിക്ക് പഠിക്കാൻ മാനസികമായി കട്ടിയില്ല. കാരണം മെഡിറ്റേഷനും ഒത്തിരി ആസ്ട്രോളജിയും ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. അതുകൊണ്ടപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. ഫസ്റ്റ് കുറച്ച് ഇതുകൊണ്ട് പരിപാടി നിർത്തി. അപ്പം ഇതിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ നമ്മൾ പഠിച്ചു വരുമ്പം നമുക്ക് മനസ്സിലാകുന്നത് ഹോക്മ, ജ്ഞാനത്താൽ, വിസ്ഡത്താൽ എല്ലാം ഉണ്ട്. ദെൻ അണ്ടർസ്റ്റാൻഡിങ്, ജ്ഞാനവും എനിവേ ഹോക്മ, വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, അതിൽ കൂടെ മൽക്കൂത്ത്, കിങ്ഡം ഓഫ് ഗാഡ് വന്നിട്ട് ഭൂമി. മനസ്സിലായി? ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗാഡ്. ഈ കിങ്ഡം ഓഫ് ഗാഡിനെ മനസ്സിലായി ഒരു ഒരു ഡിവൈഡ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു അടുത്ത കുറേ ആക്സ് എന്ന് മാത്രമേ പറയൂ. ഒരു 1-ാം ദിവസം 2-ാം ദിവസം എന്നൊക്കെ പറയുന്ന ഒരു ആക്സ് എന്ന് പറയുന്നത് ഇതാണ് ഇനിയും വരാൻ പോകുന്നുള്ള ദിവസങ്ങളിൽ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ ഹെഡ് ഓഫ് ദ ക്രിയേഷൻ ബർഷീത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെ? ക്രിസ്തുവിനെ കൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ ദൈവം ഒരു കിങ്ഡം ഓഫ് ഗോഡ് ഉണ്ടാക്കി നമുക്ക് കിങ്ഡം ഓഫ് ഗോഡ് ഉണ്ടാക്കി ഇനിയും വരുമ്പം അതിൻ്റെ അകത്ത് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരിയും ഈ എർത്തിനെ പറ്റിയും ഹെവൻസിനെ പറ്റിയും പറയണമെന്നുണ്ട്. പക്ഷെ അടുത്ത ഭാഗങ്ങളൊക്കെ കുറേ അതിനെപ്പറ്റി വരുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ സെപ്പറേഷൻ ഡിവിഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കിങ്ഡം ഓഫ് ഗാഡായിട്ട് ഉദ്ദേശം മനസ്സിലായി? യേശുക്രിസ്തുവിനാൽ, പിതാവാം ദൈവം യേശുക്രിസ്തുവിനാൽ പരിശുദ്ധാത്മാവിൽ കൂടെ
ഒരു കിങ്ഡം ഓഫ് ഗാഡ് നമുക്ക് ഹെവൻസ് ആൻഡ് ദി എർത്ത് കിങ്ഡം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്തിനാ? നമുക്ക് വേണ്ടി. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? ഈ ഒരു കോൺസെപ്റ്റ് ലൈക്കിനോ അത് ബർഷിത്ത് ഒരു ബ്ലൂ പ്രിൻ്റ് ദൈവം തോറായിക്കൂടെ അല്ലെങ്കിൽ ബൈബിൾ കൂടെ നമുക്ക് വച്ചിരിക്കുന്നത് ബ്ലൂ പ്രിൻ്റ്. ഇത് ഇങ്ങനെ വരുമ്പം ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എല്ലാം എൻഡ് ചെയ്യുന്നത് ക്രിസ്തു പറയാൻ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് കിങ്ഡം ഓഫ് ഗാഡ്. വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗാഡ്? പിന്നെ ഹെവൻസിനെ പറ്റി പറയുമ്പം ഹെവൻസ് ഉണ്ട്. നമ്മളുടെ ക്രിസ്ത്യൻ ഹെവൻസ് അല്ല, യഹൂദന്മാരുടെ ഹെവൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെവൻസ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ പോകണം ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. അവിടെ പോയി എന്തെടുക്കാനൊന്നും ഒരു പിടിയില്ല, ആർക്കും ഒരു പിടിയില്ല. നമ്മൾ കാനോച്ച അപ്പച്ചൻ പറഞ്ഞ പോലെ എന്തോ ഒരൗൺസ് വാക്യം സ്വർഗത്തിൽ കൊണ്ടുവന്നുള്ള എന്തോ കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടുള്ളത് അന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു. ഒരു കൺവെൻഷൻ പറഞ്ഞിട്ടുള്ളത് എന്തോ വിട്ടുപിരിഞ്ഞ് പൗലോസ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതും പിന്നെ എന്താ കള്ളനോട് വലത്ത് യേശുക്രിസ്തുവിനോടുകൂടി 3 പേര് മറ്റേ 2 പേര് ക്രൂശീകരിച്ചില്ല. ഒരാളോട് പറയുന്നത് ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലായിരിക്കും. ഓക്കെ, ആ ഒരു വേർഡ് അല്ലാതെ പർദീസയും കേട്ടില്ല അല്ലാതെ വേറെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നുള്ളത്. പിന്നെ ഒത്തിരിയും ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉണ്ട്. അതൊന്നും ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ഇപ്പം എനിവേ, നമ്മളുടെ ഹെവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്വർഗത്തിൽ ദൈവത്തോടുകൂടി വസിക്കാനെക്കാട്ടി കൂടുതൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് സ്വർഗത്തിൽ പോകണം മനസ്സിലായി. ബട്ട് യഹൂദന്മാരതല്ല. അവരുടെ സ്വർഗം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്നത്, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ഒരു ബന്ധം, ആ ഒരു ബന്ധമാണ്. ദെയർ കോൺസെപ്റ്റ് ഈസ് ഡിഫറെൻറ്റ്. നമ്മളുടെ കോൺസെപ്റ്റ് സ്വർഗം എന്ന് പറയുന്നത് നമുക്കൊരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഇതായിട്ട് പറയുന്നത്. പക്ഷെ അത് ഒരു സ്വർഗം നമുക്ക് ഇവിടെ ഒരു സ്വർഗമാക്കണമെന്ന് ഒരു ചിന്തയില്ല. നമുക്ക് അങ്ങോട്ട് പോകാനേ, ഇവിടുത്തെ എല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്നാൽ ഇവിടെ സ്വർഗമാക്കണമെന്നൊരു ചിന്തയില്ല. മനസ്സിലായി? അവരുടെ കോൺസെപ്റ്റ് മേക്ക് ദിസ് പ്ലേസ് ഇവിടെ എത്ര കാലം വസിക്കുന്നു അത്ര കാലം സ്വർഗമാക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് എ കോൺസെപ്റ്റ്. മനസ്സിലായി? ഭൂമി ഇതേപോലെ സെയിം തിങ്. അപ്പം ദൈവവും മനുഷ്യനും വസിക്കുന്ന ഒരു പ്ലേസ്. അപ്പം കിങ്ഡം ഓഫ് ഗാഡ്. ഓക്കെ, എല്ലാം ഒന്നുകൂടെ പറയാം. യേശുക്രിസ്തുവിനാൽ പിതാവാം ദൈവം യേശുക്രിസ്തുവിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ബൈ ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ് ഒരു കിങ്ഡം ഓഫ് ഗാഡ് നമുക്ക് വേണ്ടി ഒരുക്കാൻ പോവുക. ബ്ലൂ പ്രിൻ്റ് തുടങ്ങും. ഇനി അതിൻ്റെ അതാണ് ഒറ്റ ക്രിയേഷൻ ഞാൻ പറയുന്ന ഒറ്റ ക്രിയേഷൻ. ഇനി അതിൻ്റെ ആക്സായിട്ട് 1, 2, 3 ഭാഗമായിട്ട് വരുന്നു. അത് നിങ്ങൾക്ക് ഏത് വെയിലും എടുക്കാം. 1-ാം ദിവസം 2-ാം ദിവസം there's nothing wrong with it. അതൊരു തെറ്റായ കോൺസെപ്റ്റ് അല്ല. മനസ്സിലായി? പക്ഷെങ്കിൽ ഹെറസി കൊണ്ടുവരാതിരുന്നാൽ മതി. കൂടുതൽ വേർഡ്സിന് എംഫസൈസ് ചെയ്ത് തെറ്റി കൊണ്ടുവരാതിരുന്നാൽ മതി. മനസ്സിലായി? പിന്നെ സയൻസ് ഒന്നും കൊണ്ടുവന്ന് ഇതെല്ലാം മിക്സ് ചെയ്ത് കൂട്ടിക്കുഴച്ച് കൺഫ്യൂസ്ഡ് ആക്കി ഉള്ള വിശ്വാസം കൊണ്ട് പോകാതിരുന്നാൽ മതി. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ? നമുക്ക് ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്യാം. അപ്പം ജെനസിസ് 1:1 നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു. ഇതിൻ്റെ ഒത്തിരി ഉണ്ട്. ഒത്തിരിയും പറയാൻ പോയാൽ ഒത്തിരിയും കൺഫ്യൂഷനാവും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുക. ഓക്കെ, പ്രാർത്ഥിക്കാം. ദൈവമായ സുഖസുഖാവേ, ഇന്നത്തെ പൽക്കാലം ഞങ്ങൾ അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു. ദൈവമേ, അപ്പം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ദൈവമേ കോൺസെപ്റ്റ് ബുദ്ധി അറിവിനാൽ ദൈവമേ ബ്ലൂ പ്രിൻ്റ് ഞങ്ങൾക്ക് പഠിച്ച ദൈവമേ അപ്പച്ചൻ എന്തുവാണ് ഇതിൽ നിന്ന് ഞങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം ഞങ്ങൾക്ക് നൽകി തന്ന് ദൈവമേ എത്രയോ സ്നേഹിക്കാമോ ദൈവമേ, ഞങ്ങൾ എത്രമാത്രം അപ്പച്ചനെ സ്നേഹിക്കുന്നു അത്രമാത്രം ഞങ്ങൾ വചനത്തെ സ്നേഹിക്കുവാനും അത് പഠിക്കാനും ആഴത്തിൽ ഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് മനസ്സിലാക്കാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കുവാനും ഒരു പുതിയ മനുഷ്യരായി ദൈവമേ
തീരുവാനും ദൈവമേ ഞങ്ങൾക്ക് അപ്പച്ചന് പ്രയോജനപ്പെടുന്ന മക്കളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇത്രത്തോളം വഴിയെത്തി ദൈവമേ കഴിവില്ലാത്ത എനിക്ക് ദൈവമേ ഭാഷയിലും വാക്കിലും വിക്കിലും എല്ലാം ഉള്ള എനിക്ക് എത്രത്തോളം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. ആ നല്ല ദൈവത്തിനായ സ്വത്രം എത്രത്തോളം കാത്തുവരാച്ചല്ലോ, എത്രത്തോളം പറയാൻ എനിക്ക് സാധിച്ചല്ലോ. ഈ പറയുന്നതൊന്നും ഒരു കൺഫ്യൂഷനോ ഒന്നും ഉണ്ടാകല്ലേ. എല്ലാം ദൈവനാമം മാത്രത്തിനായി തീരുമാനിക്കുന്നത്. സകല മാനവും മഹത്വവും പൂഴ്ചയും ദൈവമേ അപ്പച്ചന് തരുന്നു. ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഒന്നും ഞങ്ങൾക്ക് വേണ്ട. എല്ലാം ദൈവം അപ്പച്ചൻ നാമത്തിനായി തരുന്നു. ദൈവമേ ഇത് കേൾക്കുന്ന ഹൃദയങ്ങളുടെ മനസ്സിനോട് ദൈവമേ ഇടയ്ക്കണമേ, നല്ലതായി വരുവായിടക്കണമേ. ദുരുപദേശം ഒന്നും വരല്ലേ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നും വരരുതേ. ദൈവമേ ദൈവം അപ്പച്ചൻ എന്താഗ്രഹിക്കുന്നു ആ സെയിം രീതി അടിയൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വാക്കുകളാൽ ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലേ. എല്ലാം കൂടുതലായി അപ്പച്ചനെ സ്നേഹിക്കാനും വചനത്തെ സ്നേഹിക്കാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. യേശുവിനെ സഹായിച്ചു. ഈശോ തന്നെ. ആമേൻ.